ഹലോ കൂട്ടുകാരെ, എൻ്റെ പേര് പരമേശ്വരൻ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് +1 ഫിസിക്സിലെ 6ാമത്തെ ചാപ്റ്ററായ വർക്ക് എനർജി പവർ എന്ന് പറയുന്ന ചാപ്റ്ററിലെ ആദ്യത്തെ സെഷനാണ്. ഇതിന് മുന്നേ ഉള്ള 5 ചാപ്റ്റേഴ്സും വളരെ ഡീറ്റെയിൽഡായി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. അത് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർ ഇവിടെ കാർഡ്സിൽ പോയാൽ അത് കാണാൻ പറ്റുന്നതാണ്. പ്രത്യേകിച്ച് കഴിഞ്ഞ രണ്ട് ചാപ്റ്റേഴ്സായ മോഷൻ ഇൻ എ പ്ലെയിൻ എന്ന് പറഞ്ഞ 4ാമത്തെ ചാപ്റ്ററും ന്യൂട്ടൺസ് ലോസ് ഓഫ് മോഷൻ എന്ന് പറഞ്ഞ 5ാമത്തെ ചാപ്റ്ററും ഈ ചാപ്റ്റർ കാണുന്നതിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. അത് നിർബന്ധമായിട്ട് കാണണമെന്നില്ല, പക്ഷെ അത് കണ്ടിട്ട് വന്ന് ഇത് കാണുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. അപ്പോൾ ഇന്ന് നമ്മൾ വർക്കിനെക്കുറിച്ചും എനർജിയെക്കുറിച്ചുള്ള ബേസിക്സ് ആണ് ഈ സെഷനിൽ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ സെഷൻ തുടങ്ങുന്ന മുന്നേ ഞാൻ എപ്പോഴും റിക്വസ്റ്റ് ചെയ്യാറുള്ള പോലെ റിക്വസ്റ്റ് ചെയ്തുകൊള്ളട്ടെ, ഫിസിക്സ് പഠിക്കുമ്പോൾ എല്ലാവരും മനസ്സിലാക്കി പഠിക്കാൻ ശ്രമിക്കുക. മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ ഇഷ്ടത്തോടെയും സ്നേഹത്തോടെയും ഈ സബ്ജക്റ്റ് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. ആൻഡ് മാർക്ക് കിട്ടാൻ അത്രയും തന്നെ ഈസി ആയിരിക്കും. അതല്ല എന്നുണ്ടെങ്കിൽ അയ്യോ ഇത് പഠിക്കണമല്ലോ എന്നൊരു ബേർഡനിലായിരിക്കും നിങ്ങൾ പഠിക്കുന്നത്, അത്രയും തന്നെ ഡിഫിക്കൽട്ടായിട്ടായിരിക്കും നിങ്ങൾക്ക് തോന്നുന്നത്. അപ്പോൾ ഞാൻ വളരെ എളുപ്പമായി പറഞ്ഞുതരാൻ ശ്രമിക്കാം. പക്ഷേ നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും അത് കമൻസിൽ പോയി എഴുതുക. ഞാൻ കമൻസ് വായിച്ചിട്ട് നിങ്ങളുടെ ചോദ്യങ്ങളുടെ ഉത്തരം തരാൻ ശ്രമിക്കുന്നതായിരിക്കും. അതേപോലെ നോട്ട്സ് വേണം എന്നുള്ള കുട്ടികൾ ഞാൻ പഠിപ്പിക്കുമ്പോൾ ഇടയ്ക്ക് വീഡിയോ ഞാൻ പോസ് ചെയ്യാൻ പറയും. ആ സമയത്ത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നോട്ട്സ് എഴുതിയെടുത്തോളാം ബോർഡിൽ നിന്നും. അതാണ് ബെസ്റ്റ് മെത്തേഡ് കോംപ്രഹെൻസീവായിട്ട് നോട്ട്സ് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് സെഷനിലോട്ട് പോവാം. വർക്ക് എനർജി പവർ 3 കാര്യങ്ങളെക്കുറിച്ചാണ് ഈ ചാപ്റ്ററിൽ വളരെ ഡീറ്റെയിൽഡായി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യം വർക്കിനെ കുറിച്ച്, പ്രവൃത്തി എന്ന് നമ്മൾ മലയാളത്തിൽ പറയുകയാണെങ്കിൽ പ്രവൃത്തിയല്ല പ്രവൃത്തി എന്ന് പറയും. അതിനെയാണ് നമ്മൾ വർക്ക് എന്ന് പറയുന്നത്. അല്ലെങ്കിലും നമുക്ക് വർക്ക് എന്ന് കേട്ട് കഴിഞ്ഞാൽ തന്നെ നമുക്കറിയാം ജോലി. ഒരു വിധത്തിൽ നമ്മൾ ആലോചിക്കുമ്പോൾ അത് തന്നെയാണ് വർക്കിന്റെ ഡെഫിനിഷൻ. എന്താണെന്ന് നമുക്ക് നോക്കാം. വർക്ക് ഈസ് സെറ്റ് ടു ബി ഡൺ ഇഫ് ദ ബോഡി ഓൺ വിച്ച് ഫോഴ്സ് ഈസ് അപ്ലൈഡ് ഗെറ്റ്സ് ഡിസ്പ്ലേസ്ഡ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ആപ്ലിക്കേഷൻ ഓഫ് ഫോഴ്സ്. ഞാൻ ഒരു വസ്തുവിനെ തള്ളി നീക്കാൻ ശ്രമിക്കുവാണ്, പുഷ് ചെയ്യുവാണ്, അല്ലെങ്കിൽ അതിലൊരു ഫോഴ്സ് അപ്ലൈ ചെയ്യുവാണ്. ഇതാണ് ആ ബോഡി എന്ന് വിചാരിച്ചോളാം. ഞാൻ അതിനെ നീക്കാൻ ശ്രമിക്കുന്നു. അങ്ങോട്ട് ഞാൻ പുഷ് ചെയ്തു. ഞാൻ പുഷ് ചെയ്യുന്ന ഡയറക്ഷനിൽ ഈ ബോഡി മൂവ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ വർക്ക് സംഭവിച്ചു എന്ന് നമുക്ക് പറയാം. അതാണ് ഫിസിക്കലി വർക്കിൻ്റെ ഡെഫിനിഷൻ വരുന്നത്. ഓക്കെ, എപ്പോഴാണ് നമ്മൾ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത് അപ്പോഴെല്ലാം വർക്ക് ഉണ്ടാവാൻ ശ്രമിക്കും. മൂവ്മെൻറ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ മാത്രമേ വർക്ക് ഉണ്ടാവത്തുള്ളൂ. ഓക്കെ, ഫോഴ്സ് അപ്ലൈ ചെയ്യണം, ആ ഫോഴ്സിൻ്റെ ഡയറക്ഷനിൽ മൂവ്മെൻറ്റ് ഉണ്ടാവണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ അവിടെ വർക്ക് സംഭവിച്ചു എന്ന് പറയാം. ഓക്കെ, നമുക്ക് കൂടുതലായിട്ട് നോക്കാം. വെൻ മൂവ്മെന്റ് ആൻഡ് ഫോഴ്സ് ആർ ഇൻ ദ സെയിം ഡയറക്ഷൻ. ഓക്കെ, ആദ്യത്തെ കേസ് നമ്മൾ പറയുവാണ്. ഞാൻ ഫോഴ്സ് ഇട്ടത് അങ്ങോട്ടാണ് ഇട്ടത്. ഫോഴ്സിന് ഒരു ഡയറക്ഷൻ ഉണ്ട്, എപ്പോഴും ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ഫോഴ്സ് എന്ന് പറയുന്നത് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്. വെക്റ്റർ ക്വാണ്ടിറ്റീസിന് ഡയറക്ഷൻ മാഗ്നിറ്റ്യൂഡ് എത്ര ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ 5 ന്യൂട്ടൺ ഫോഴ്സ് ഇട്ടു എന്ന് ഞാൻ പറയുവാണെങ്കിൽ ആ 5 ന്യൂട്ടൺ എന്നുള്ള ആ വാല്യൂ എത്ര ഇമ്പോർട്ടൻ്റ് ആണോ അത്രയും തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ഞാൻ ഏത് ഡയറക്ഷനിൽ ആ ഫോഴ്സ് കൊടുത്തു എന്നുള്ളത്. കാരണം അതൊരു വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ അപ്ലൈ ചെയ്യുന്ന ഡയറക്ഷൻ നോക്കുക, ആ ഡയറക്ഷനിലും ഈ വസ്തു മൂവ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെയുള്ള കേസാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ, വെൻ മൂവ്മെന്റ് ആൻഡ് ഫോഴ്സ് ആർ ഇൻ ദ സെയിം ഡയറക്ഷൻ. ഇതാണ് വസ്തു എന്ന് വിചാരിക്കുക. ഞാൻ അങ്ങോട്ട് ഫോഴ്സ് അപ്ലൈ ചെയ്തു, ഈ ബോഡി അങ്ങോട്ട് മൂവ് ചെയ്തു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എനിക്ക് എന്ത് പറയാം? വർക്ക് ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്, അല്ലെങ്കിൽ എന്ത് പറയാം? W ഈസ് ഈക്വൽ ടു F ഇൻറ്റു S എന്ന് പറയാം. ഓക്കെ, S എന്ന് പറയുന്നതാണ് ഈ ഡിസ്പ്ലേസ്മെന്റ്. ആൻഡ് ഇവിടെ വരുന്നത് F ഒരു കോൺസ്റ്റന്റ് ആണ്, കോൺസ്റ്റന്റ് ഫോഴ്സ് ആണ്, വേരിയബിൾ ഫോഴ്സ് അല്ല നമ്മൾ പറയുന്നത്. വേരിയബിൾ ഫോഴ്സ് എങ്ങനെയാണ് വരുന്നത്? അതായത് ഒരു വസ്തുവിൽ ഞാൻ അപ്ലൈ ചെയ്യുന്നത് 5 ന്യൂട്ടൺ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതേ 5 ന്യൂട്ടൺ ഞാൻ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുവാണ്, ആ വസ്തു മൂവ് ചെയ്യുവാണ്. അങ്ങനെയുള്ള കേസാണ് നമ്മളിപ്പോൾ പറയുന്നത്. കോൺസ്റ്റന്റ് ഫോഴ്സ് ആണ് പറയുന്നത്. വേരിയബിൾ ഫോഴ്സിലുള്ള വർക്ക് ഡൺ നമ്മൾ പിന്നെ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഇനി രണ്ടാമത്തെ കേസ് നമുക്ക് നോക്കാം. വെൻ മൂവ്മെന്റ് ആൻഡ് ദ ഫോഴ്സ് ആർ അറ്റ് ആൻ ആംഗിൾ ടു ഈച്ച് അതർ. ഓക്കെ, രണ്ടാമത്തെ രീതിയിലുള്ള ഫോഴ്സ് ഞാൻ പറയാൻ പോകുന്നത് എങ്ങനെയാണ്? ഈ വസ്തു ഇങ്ങനെ ഇരിക്കുന്നു, ഞാൻ ഒരു സൈഡായി ഇങ്ങനെ ഒരു ചരിഞ്ഞ് ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുവാണ്. അപ്പോൾ വസ്തു മൂവ് ചെയ്യുന്നതും ഞാൻ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സും തമ്മിൽ ഒരു ആംഗിൾ ഉണ്ടായി. ഓക്കെ, ഈ കേസ് പോലെ ഞാൻ അതിനെ അങ്ങോട്ട് പിടിച്ച് വലിക്കുന്നു. ഇത് പലപ്പോഴും നമ്മൾ കൊച്ചു കുട്ടികളൊക്കെ കളിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ അറിയാം. ടോയ്സ് ഉണ്ടാവും, ടോയ്സിനെ അവർ ഒരു കയറ് കെട്ടും ആ ടോയ്സിൽ, എന്നിട്ട് ആ കയറിനെ പിടിച്ചായിരിക്കും അവർ വലിച്ചുകൊണ്ട് പോകുന്നത്. അവർ വലിച്ചുകൊണ്ട് പോകുന്നത് നടന്നു ആയിരിക്കും കൊണ്ടുപോകുന്നത്, അല്ലേ? ടോയ് തറയിലായിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ അവർ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് സൈഡിലോട്ടായിരിക്കും. എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് ഒരു കാറിൻ്റെ ടോയ് ആണ്, അല്ലെങ്കിൽ ഒരു ബസ്സിൻ്റെ ടോയ് ആണെന്ന് വിചാരിക്കുക. ഇങ്ങനെ അവർ കയറ് കെട്ടി, ഇവിടെ ഈ അറ്റത്ത് കയറ് കെട്ടി എന്ന് വിചാരിക്കുക. എന്നിട്ട് അവരിങ്ങനെ നിന്നായിരിക്കും വലിച്ചുകൊണ്ട് പോകുന്നത്. ഇങ്ങനെ കൈ പിടിച്ചിട്ടായിരിക്കും ഇങ്ങനെ ആയിരിക്കും കൊണ്ടുപോകുന്നത്. അപ്പോൾ അവർ വലിച്ചുകൊണ്ട് പോകുമ്പോൾ അവർ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് ഒരു ആംഗിളിലാണ്, ടോയ് മൂവ് ചെയ്യുന്നത് ഈ ആംഗിളിലാണ്. അപ്പോൾ ഇത് രണ്ടും തമ്മിൽ ഒരു ആംഗിൾ ഉണ്ട്. അങ്ങനത്തെ കേസാണ് നമ്മൾ രണ്ടാമത് പറയാൻ പോകുന്നത്. വെൻ അപ്ലൈഡ് ഫോഴ്സ് ആൻഡ് മൂവ്മെന്റ് ആർ അറ്റ് ആൻ ആംഗിൾ ടു ഈച്ച് അതർ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ശ്രദ്ധിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫോഴ്സ് നമ്മൾ ഇങ്ങനെ അപ്ലൈ ചെയ്തു, ഇതിനെ ഞാൻ F എന്ന് പറയുവാണ്.
മൂവ്മെൻറ്റ് ഈ ഡയറക്ഷനിൽ നടക്കുവാണ്, ഇത് എസ് എന്ന് ഞാൻ പറയുവാണ്. ഓക്കെ, ഇത് രണ്ടും തമ്മിൽ ഒരു തീറ്റ ആംഗിൾ ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞു. എപ്പോഴും നമുക്ക് എന്താ വേണ്ടത്, ഫോഴ്സ് എന്ന് പറയുന്നത് ഏത് ഡയറക്ഷനിലാണോ മൂവ് ചെയ്തത് ആ ഡയറക്ഷനിലുള്ള ഫോഴ്സും അവിടെ ഉള്ള ഡിസ്പ്ലേസ്മെൻറ്റും കൂടെയാണ് എനിക്ക് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. അതായത് ഈ മൂവ് ചെയ്ത ഡയറക്ഷൻ ഇങ്ങോട്ടാണെങ്കിൽ അതേ ഡയറക്ഷനിലുള്ള ഫോഴ്സ് എത്രയാണ് എന്ന് എനിക്ക് നോക്കണം. ഓക്കെ, എപ്പോഴും ഓർക്കുക, എനിക്കൊരു വെക്റ്റർ ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ വെക്റ്റർ നമുക്ക് ബേസിക്കലി ഒരു പ്ലെയിനിൽ ഒരു വെക്റ്റർ വരച്ചു കഴിഞ്ഞാൽ എനിക്ക് 2 ആക്സിസ് വരയ്ക്കാം, ഒരു എക്സ് ആക്സിസും ഒരു വൈ ആക്സിസും. ഒരു സ്പേസിൽ ഒരു വെക്റ്റർ വരച്ചു കഴിഞ്ഞാൽ എനിക്ക് 3 ആക്സിസ് വരയ്ക്കാം, എക്സ് ആക്സിസ്, വൈ ആക്സിസ്, ഇസഡ് ആക്സിസ്, 3 ആക്സിസ് എനിക്ക് വരയ്ക്കാം. ഇപ്പോൾ പ്ലെയിനിലാണ് ഈ ഒരു ബോർഡിലാണ് ഈ പർട്ടിക്കുലർ ഫോഴ്സ് ഇരിക്കുന്നത്, ഒരു പ്ലെയിൻ ആണ്. അപ്പോൾ എനിക്കൊരു എക്സ് ആക്സിസും വൈ ആക്സിസും വരയ്ക്കാം. ഈ എക്സ് ആക്സിസുമായുള്ള ആംഗിൾ എനിക്കറിയാം എന്നുണ്ടെങ്കിൽ ആ എക്സ് ആക്സിസിലുള്ള ഫോഴ്സ് അല്ലെങ്കിൽ ഇതിൻ്റെ കമ്പോണൻറ്റ്, ഇതിൻ്റെ എഫക്റ്റ്, ആ ഫോഴ്സ് കാരണം ഈ എക്സ് ആക്സിസിൽ എത്ര എഫക്റ്റ് ഉണ്ടാവും എന്ന് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ ഇത് എഫ് ആണെങ്കിൽ എഫ് ഇൻറ്റു കോസ് തീറ്റ ചെയ്താൽ മതി. എന്തുകൊണ്ടാണെന്നുള്ളത് നമ്മൾ ചാപ്റ്റർ 4 വളരെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തുകൊണ്ട് ഒരിക്കൽ കൂടി ചാപ്റ്റർ 4 5 ഒക്കെ കാണണമെന്നുണ്ടെങ്കിൽ ഇവിടെ കാർഡ്സിൽ ഉണ്ടാവും, അല്ലെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ പോയാൽ അവയുടെ എല്ലാം ലിങ്ക്സ് ഞാൻ കൊടുക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ എഫിൻ്റെ ഞാൻ ഒരു ആംഗിളിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആ ആംഗിൾ ഏതാണ്, എക്സ് ആക്സിസുമായിട്ടുള്ള ആംഗിളാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ആ ഫോഴ്സിൻ്റെ എക്സ് ഡയറക്ഷനിലുള്ള ഇഫക്റ്റ് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ എഫ് ഇൻറ്റു കോസ് തീറ്റ ചെയ്താൽ മതി. എപ്പോഴാണ് ആ ആംഗിൾ തന്നിരിക്കുന്ന എക്സ് ആക്സിസുമായിട്ടാണെങ്കിൽ. വൈ ആക്സിസിലുള്ള എഫക്റ്റ് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ എനിക്ക് എഫ് ഇൻറ്റു സൈൻ തീറ്റ ചെയ്താൽ മതി. ഇത് നമ്മൾ വളരെ ഡീറ്റെയിൽഡ് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എപ്പോഴാണ് ഈ ആംഗിൾ എപ്പോഴും ഓർക്കുക, അത് എക്സ് ആക്സിസുമായിട്ടുള്ള ആംഗിളാണ്. അതേപോലെ ഈ കേസ് നോക്കുക, ഇവിടെ ഉള്ള കേസിൽ എനിക്ക് എഫ് ഉണ്ട്, ഈ എസിനെ എനിക്ക് എക്സ് ആക്സിസ് ആണെന്ന് ഞാൻ എടുക്കുവാണെന്ന് വിചാരിക്കാം. എസ് അതായത് ഡിസ്പ്ലേസ്മെന്റ് നടക്കുന്ന ഡയറക്ഷനെ ഞാൻ എക്സ് ആക്സിസായി കണക്കാക്കി കഴിഞ്ഞാൽ ഫോഴ്സിന് എക്സ് ആക്സിസുമായുള്ള ആംഗിൾ എനിക്ക് കിട്ടി. അപ്പോൾ ആ ആക്സിസിലുള്ള ഫോഴ്സ് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ എനിക്ക് എന്ത് ചെയ്താൽ മതി, എഫ് ഇൻറ്റു കോസ് തീറ്റ ചെയ്താൽ മതി. അപ്പോൾ ഈ എസ്സിൽ ഉള്ള ഫോഴ്സ് എത്രയാണ്, എസ്സിൻ്റെ ഡയറക്ഷനിലുള്ള ഫോഴ്സ് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് എഫ് ഇൻറ്റു കോസ് തീറ്റ ആണ് ചെയ്യേണ്ടത്. നമുക്ക് എന്തറിയാം, നമുക്ക് ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻ്റ് ആണ് വർക്ക് ഡൺ എന്നറിയാം. പക്ഷേ ഇവിടെ ഫോഴ്സ് എന്ന് പറയുന്നത് എഫ് ഇൻറ്റു കോസ് തീറ്റ ആണ്. അപ്പോൾ ഇവിടുത്തെ വർക്ക് ഡൺ എന്ന് പറയുന്നത് ഡബ്ല്യു ഇസ് ഈക്വൽ ടു എഫ് ഇൻറ്റു കോസ് തീറ്റ ഇൻറ്റു എസ് എന്ന് എനിക്ക് എഴുതാം. എഫ് കോസ് തീറ്റ ഇൻറ്റു എസ് നമ്മൾ ചാപ്റ്റർ നമ്പർ 4 വെക്ടേഴ്സ് പഠിക്കുമ്പോൾ എനിക്കൊന്ന് സെഷൻ നമ്പർ 4 നമ്മൾ പറഞ്ഞിട്ടുള്ളത് ഡോട്ട് പ്രോഡക്റ്റിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. 2 വെക്ടേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് അവയ്ക്കുള്ള ആംഗിളിൻ്റെ കൊസൈൻ കൊണ്ട് അതിനെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് കിട്ടുന്നത് എഫ് ഡോട്ട് എസ് ആണ്, അല്ലെങ്കിൽ അതിന് ഡോട്ട് പ്രോഡക്റ്റ് എന്ന് പറയും. അപ്പോൾ ഇതിനെ എനിക്ക് എങ്ങനെ എഴുതാം, എഫ് ഡോട്ട് എസ് എന്നെനിക്ക് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ വർക്ക് ഡൺ എന്ന് പറയുന്നത് എപ്പോഴും എഫ് ഡോട്ട് എസ് ആയിരിക്കും. അതിൽ തീറ്റ 0 ആയിക്കഴിഞ്ഞാൽ, ഒരിക്കൽ കൂടി കോസ് തീറ്റ രണ്ടും ഒരേ ആംഗിളിൽ ആയിക്കഴിഞ്ഞാൽ ഫോഴ്സും ഇതേ ഡയറക്ഷനിൽ, ഡിസ്പ്ലേസ്മെൻറ്റും ഇതേ ഡയറക്ഷനിൽ, ആദ്യം കാണിച്ച കേസാണെങ്കിൽ ഈ തീറ്റ 0 ആവുന്നു. തീറ്റ 0 ആയതുകൊണ്ട് നമുക്ക് എന്തെഴുതാം, ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് എനിക്ക് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതാണ് വർക്ക് ഡൺ. ഒരിക്കൽ കൂടി ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും പറയാറുണ്ട് 5 കാര്യങ്ങൾ നമ്മൾ പറയണം. ആദ്യം ആ ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ ഡെഫിനിഷനാണ് നമ്മൾ പറഞ്ഞത്. വർക്ക് ഡൺ ഈസ് സെറ്റ് ടു ബി work is said to be done if the body on which the force is applied gets displaced in the direction of the application of force. പറഞ്ഞു. ഇനി അടുത്ത എക്സ്പ്രഷൻ പറയണം. എക്സ്പ്രഷൻ നമ്മളിപ്പോൾ പറഞ്ഞതേ ഉള്ളൂ. അതേ ആംഗിൾ രണ്ടും സെയിം ഡയറക്ഷനിലാണെന്നുണ്ടെങ്കിൽ ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് എന്ന് എഴുതിയാൽ മതി. ഡയറക്ഷൻ മാറിക്കഴിഞ്ഞാൽ എഫ് ഡോട്ട് എസ് എന്ന് എഴുതിയാൽ മതി. അപ്പോൾ എഫ് ഡോട്ട് എസ് ആണ് ഇതിന്റെ എക്സ്പ്രഷൻ. ഇനി അത് രണ്ടും പറഞ്ഞു കഴിഞ്ഞാൽ യൂണിറ്റ് പറയണം, ഡയമെൻഷൻ പറയണം, സ്കെയിലർ ആണോ വെക്ടർ ആണോ എന്ന് പറയണം. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നമുക്ക് പറയാം. ശ്രദ്ധിക്കുക, നമുക്ക് ഇപ്പം എന്താ മനസ്സിലായത്, ഈ എക്സ്പ്രഷനിൽ നിന്ന് നമുക്ക് എന്താ പറയുക മനസ്സിലായത്, വർക്ക് ഡൺ ഈസ് ദി ഡോട്ട് പ്രോഡക്റ്റ് ഓഫ് ഫോഴ്സ് ആൻഡ് ഡിസ്പ്ലേസ്മെന്റ്. ഓക്കെ, ഇനി നമുക്ക് യൂണിറ്റ് എഴുതാം. യൂണിറ്റ് എങ്ങനെ എഴുതാൻ പറ്റും, നമുക്ക് എപ്പോഴും അറിയാം. ഈ എക്സ്പ്രഷൻ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ യൂണിറ്റ്സ് അറിയാമെന്നുണ്ടെങ്കിൽ ഈ ഫൈനൽ ക്വാണ്ടിറ്റിയുടെ യൂണിറ്റ്സ് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ഫോഴ്സിൻ്റെ യൂണിറ്റ് നമുക്കറിയാം. ഫോഴ്സിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ ആണ്. ഡിസ്പ്ലേസ്മെന്റ് യൂണിറ്റ് എസ് ഐ യൂണിറ്റ് നമുക്കറിയാം, മീറ്റർ ആണ്. അപ്പോൾ ഈ വർക്ക് ഡണ്ടെ യൂണിറ്റ് എനിക്ക് ന്യൂട്ടൺ മീറ്റർ എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, ഇത് എസ് ഐ യൂണിറ്റ് ആണ്. ഈ ന്യൂട്ടൺ മീറ്ററിനെ തന്നെ ചുരുക്കി വിളിക്കുന്ന പേരാണ് ജൂൾ എന്ന് പറയുന്നത്. ഓക്കെ, ന്യൂട്ടൺ മീറ്റർ അല്ലെങ്കിൽ ആ ന്യൂട്ടൺ മീറ്ററിന് തന്നെയാണ് ജൂൾ അല്ലെങ്കിൽ ബ്രിത്തിൻ ബ്രാക്കറ്റ്സ് ജെ ആണ് അതിൻ്റെ സിമ്പൽ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത് ഇതിൻ്റെ ഡയമെൻഷൻ കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ ഡയമെൻഷൻ ഞാൻ പറയാൻ പോവാണ്. ഡയമെൻഷൻ ഒരിക്കൽ കൂടി നമുക്ക് എക്സ്പ്രഷൻ അറിയാം അല്ലെങ്കിൽ യൂണിറ്റ് അറിയാം എന്നുണ്ടെങ്കിൽ യൂണിറ്റ് നോക്കി നമുക്ക് ഡയമെൻഷൻ പറയാം. യൂണിറ്റ് ആദ്യം ന്യൂട്ടൺ ആണ്. ന്യൂട്ടൺ എന്ന് പറയുന്നത് ഫോഴ്സ് ആണ്. അപ്പോൾ ഫോഴ്സ് എന്ന് പറയുന്നത് mL(T⁻²) ആണ്. അപ്പോൾ mL(T⁻²) ആണ്. ഇൻറ്റു മീറ്റർ ആണ്. മീറ്റർ എന്ന് പറയുന്നത് L ആണ്. ഓൾറെഡി ഇവിടെ ഒരു L ഉണ്ട്. ഇത് ഇൻറ്റു L ചെയ്യുമ്പോൾ ഇത് L² ആയി. അപ്പോൾ mL²
T⁻⁻2 എന്നുള്ളതായിരിക്കും ഈ വർക്ക് ഡണ്ണിൻ്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് വൺ ലാസ്റ്റ് തിങ് പറയണം. അപ്പോൾ 4 കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അഞ്ചാമത്തത് ഇത് സ്കെയിലർ ആണോ വെക്ടർ ആണോ എന്ന് പറയണം. എപ്പോഴും ഓർക്കുക, രണ്ട് വെക്ടർ ക്വാണ്ടിറ്റി തമ്മിൽ ഇത് ഫോഴ്സ് ഉണ്ട്, ഫോഴ്സ് ഒരു വെക്ടർ ക്വാണ്ടിറ്റി ആണ്. എസ് ഡിസ്പ്ലേസ്മെന്റ് ഉണ്ട്, ഡിസ്പ്ലേസ്മെന്റ് മറ്റൊരു വെക്ടർ ക്വാണ്ടിറ്റി ആണ്. രണ്ട് വെക്ടർ ക്വാണ്ടിറ്റി തമ്മിൽ ഡോട്ട് പ്രോഡക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് കിട്ടുന്നത് ഒരു സ്കെയിലർ ക്വാണ്ടിറ്റി ആയിരിക്കും. ഇത് എപ്പോഴും ഓർക്കുക, രണ്ട് വെക്ടേഴ്സ് തമ്മിൽ ക്രോസ് പ്രോഡക്റ്റ് ആണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ എനിക്ക് കിട്ടുന്ന ഒരു വെക്ടർ ക്വാണ്ടിറ്റി ആയിരിക്കും. ആ കിട്ടുന്ന ഔട്ട്പുട്ട് ഒരു വെക്ടർ ക്വാണ്ടിറ്റി ആയിരിക്കും. ഇപ്പോൾ ഇതേ സംഭവം എഫ് ക്രോസ് എസ് ആണ് എന്നുണ്ടെങ്കിൽ എനിക്ക് കിട്ടുന്നത് ഒരു വെക്ടർ ക്വാണ്ടിറ്റി ആയിരിക്കും. പക്ഷേ ഇവിടെ എഫ് ഡോട്ട് എസ് ആണ്. അപ്പോൾ ഡോട്ട് പ്രോഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ എനിക്ക് കിട്ടുന്നത് ഒരു സ്കെയിലർ ക്വാണ്ടിറ്റി ആയിരിക്കും. സോ വർക്ക് ഈസ് എ സ്കെയിലർ ക്വാണ്ടിറ്റി. എന്താണ് സ്കെയിലർ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവ ലോ ഓഫ് വെക്ടർ അഡീഷൻ ഒബേ ചെയ്യത്തില്ല, അവയ്ക്ക് ഡയറക്ഷൻ ഇമ്പോർട്ടൻറ്റ് അല്ല. ഓക്കെ, ഇനി നമുക്ക് നോക്കാം ഇതിൻ്റെ സ്പെഷ്യൽ കേസസ് നോക്കാം. ആദ്യത്തെ കേസ് നമ്മൾ പറയണം, ഒരിക്കൽ കൂടി ഞാൻ പറഞ്ഞു, നമ്മൾ വർക്ക് ഡൺ എന്ന് പറയുന്നത് എപ്പോഴും ഈ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സിൽ തന്നെ ബോഡി മൂവ് ചെയ്യണം എന്നില്ല. ഓക്കെ, ഫോഴ്സിൻ്റെ ഡയറക്ഷനിൽ തന്നെ. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു കുട്ടി ഒരു ടോയിനെ പിടിച്ച് വലിക്കുന്നു. അപ്പോൾ ഫോഴ്സ് ഇരുന്നത് ഒരു ആംഗിളിലാണ്, പക്ഷേ ബോഡി മൂവ് ചെയ്തത് മറ്റൊരു ആംഗിളിലാണ്. അപ്പോൾ ഈ തീറ്റ എത്ര വാല്യൂ വേണോ വരാം, ആ വാല്യൂവിനനുസരിച്ച് വർക്ക് ഡൺ മാറി മാറി വരും. അങ്ങനെയുള്ള കേസസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യത്തെ കേസ് ഈ തീറ്റ 0 ആകുമ്പോൾ, അതായത് ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റും സെയിം ഡയറക്ഷനിലാണ്, ഒരേ ഡയറക്ഷനിൽ ഫോഴ്സ് അപ്ലൈ ചെയ്തു, അതേ ഡയറക്ഷനിൽ സാധനം നീങ്ങിപ്പോയി. അങ്ങനെയാണെങ്കിലുള്ള കേസ് എനിക്ക് എന്ത് പറയാം, വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു എഫ് ഇൻറ്റു എസ് എന്ന് എഴുതാം. അതായത് മാക്സിമം വർക്ക് ആയിരിക്കും അവിടെ സംഭവിക്കുന്നത്. എക്സാമ്പിൾ പറയുവാണെന്നുണ്ടെങ്കിൽ ഒരു സാധനം ഞാൻ മുകളിൽ നിന്നും വിട്ടു, അപ്പോൾ അതെന്ത് സംഭവിക്കും, താഴോട്ട് വീഴും. എങ്ങനെയാണ് താഴോട്ട് വീഴുന്നത്, ഗ്രാവിറ്റി കാരണമാണ് താഴോട്ട് വീഴുന്നത്. ഗ്രാവിറ്റി എങ്ങോട്ടാണ് വലിക്കുന്നത്, ഗ്രാവിറ്റി കാരണമുള്ള വർക്കാണ് നമ്മൾ കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഈ ബോഡിയിൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉണ്ടാവും. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, ഈ പേന ഇങ്ങനെയാണ് പേന ഇരിക്കുന്നത് വിചാരിച്ചോളൂ, ഇങ്ങനെ പേന ഇരിക്കുന്നു. ഈ പേന താഴോട്ട് വീഴുമ്പോൾ താഴോട്ടാണ് വീഴുന്നത്, ഗ്രാവിറ്റേഷണൽ ഫോഴ്സും താഴോട്ടാണ്. അപ്പോൾ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കാരണം ഈ പേനയിൽ നടക്കുന്ന വർക്ക് എന്ന് പറയുന്നത് എപ്പോഴും എഫ് ഇൻറ്റു എസ് ആയിരിക്കും. ഓക്കെ, ഇനി നെക്സ്റ്റ് കേസ് നമുക്ക് നോക്കാം. രണ്ടാമത്തെ കേസ്, ഇഫ് തീറ്റ ഇസ് 90 ഡിഗ്രി. ഓക്കെ, 90 ഡിഗ്രി ആണെങ്കിൽ കോസ് തീറ്റയുടെ വാല്യൂ 0 ആണ് എന്ന് പറഞ്ഞാൽ ഇത് 0 ആയിരിക്കും. ദാറ്റ് മീൻസ് നോ വർക്ക് ഇസ് ഡൺ. ഒരു എക്സാമ്പിൾ നമുക്ക് പറയാം, ശ്രദ്ധിക്കുക. ഒരു ബോഡി ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണെന്ന് വിചാരിക്കാം. ഓക്കെ, സർക്കിളിൽ പോകുന്ന ഒരു ബോഡി. ഓക്കെ, ഞാൻ ഒരു കല്ലിനെ കയറ് കെട്ടി കറക്കുവാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ കഴിഞ്ഞ ചാപ്റ്റർ നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തു. ഈ കയറ് പിടിച്ച് കെട്ടുന്ന കയറിലൊരു ടെൻഷൻ ഉണ്ടാവും. ആ ടെൻഷനാണ് സെൻട്രിപിറ്റൽ ഫോഴ്സ്, അവിടെ വരുന്ന സെൻട്രിപിറ്റൽ ഫോഴ്സ്. അപ്പോൾ അവിടെ ഒരു സെൻട്രിപിറ്റൽ ഫോഴ്സ് ഉണ്ട്. അപ്പോൾ ആ ഫോഴ്സ് കാരണം ഈ വസ്തുവിൽ നടക്കുന്ന എത്രയാണ് വർക്ക് ഡൺ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശ്രദ്ധിക്കുക, ഈ കല്ലിൻ്റെ ഡയറക്ഷൻ, കല്ലിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് ഡയറക്ഷൻ കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ ഏത് പോയിന്റിലാണോ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ആ പോയിന്റിൽ ഒരു ടാൻജൻറ്റ് വരയ്ക്കണം. ഇതായിരിക്കും അതിൻ്റെ ഡയറക്ഷൻ, അത് നീങ്ങി പോകുന്ന ഡയറക്ഷൻ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവ തമ്മിലുള്ളത് 90 ഡിഗ്രി ആയിരിക്കും. ഇത് ടാൻജൻ്റ് ആണ്, ടാൻജൻറ്റും റേഡിയസും തമ്മിൽ എപ്പോഴും 90 ഡിഗ്രി ആയിരിക്കും ഉണ്ടാകുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ഫോഴ്സ് കാരണം ഈ ബോഡിയിൽ ഉണ്ടാകുന്ന വർക്ക് എത്രയായിരിക്കും, 0 ആയിരിക്കും. കാരണം രണ്ടും തമ്മിൽ 90 ഡിഗ്രിയാണ് ആംഗിൾ. അപ്പോൾ ശ്രദ്ധിക്കുക, വർക്ക് ഡൺ ബൈ സെൻട്രിപിറ്റൽ ഫോഴ്സ് ഓൺ ബോഡി മൂവിങ് ഇൻ എ സർക്കുലർ പാത്ത് ഈസ് 0. ഓക്കെ, ഇനി അടുത്ത കേസ് നമുക്ക് വരാം. തീറ്റ 0-നും 90 ഡിഗ്രിക്കും ഇടയ്ക്കാണെങ്കിൽ ഒരിക്കൽ കൂടി നമുക്ക് എന്തറിയാം, വർക്ക് ഡൺ എന്ന് പറയുന്നത് എഫ് ഡോട്ട് എസ് ആണ്. എന്ന് പറഞ്ഞാൽ എഫ് എസ് കോസ് തീറ്റയാണ്. 0-ക്കും 90 ഡിഗ്രിക്കും ഇടയ്ക്കാണെങ്കിൽ ഈ കോസ് തീറ്റയുടെ വാല്യൂ പോസിറ്റീവ് ആയിരിക്കും. നമുക്കറിയാം എങ്ങനെ കോസ് തീറ്റയുടെ വാല്യൂ എങ്ങനെയാണ് വരുന്നത്, ഇങ്ങനെ തുടങ്ങും. 0 ആയിരിക്കുമ്പോൾ അതിൻ്റെ വാല്യൂ 1 ആയിരിക്കും. 1-ൽ നിന്നും തുടങ്ങി 90 ഡിഗ്രി വരുമ്പോൾ ഇത് 0 ആവും. ഓക്കെ, ഇവിടെ 90 ഡിഗ്രി ആകുമ്പോൾ വൈൻ്റെ വാല്യൂ 0 ആയി. സോറി, അപ്പോൾ 1-ൽ നിന്ന് 0 ആയി, പിന്നെ വീണ്ടും ഇങ്ങനെ പോകും. ഇങ്ങനെയാണ് ഈ കോസ് തീറ്റയുടെ വാല്യൂ മാറി മാറി പോകുന്നത്. അപ്പോൾ 0 മുതൽ 90 വരെ നോക്കിക്കഴിഞ്ഞാൽ, ഇത്രയും ദൂരം നോക്കിക്കഴിഞ്ഞാൽ കോസ് തീറ്റയുടെ വാല്യൂ പോസിറ്റീവ് ആണ്, 1-ൽ നിന്നും 0-ലോട് വരുന്നവരെ. അപ്പോൾ അവിടെ വർക്ക് ഡൺ എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. എപ്പോഴാണ് ഈ ഫോഴ്സും അവിടെ ഉള്ള ഡിസ്പ്ലേസ്മെന്റും തമ്മിലുള്ള ആംഗിൾ 0-നും 90-ക്കും ഇടയ്ക്കാണെങ്കിൽ അവിടെ വർക്ക് ഡൺ പോസിറ്റീവ് ആയിരിക്കും. ഇനി രണ്ടാമത്തെ കേസ് നോക്കിയാലോ, 90-ക്കും 180-ക്കും ഇടയ്ക്കാണെങ്കിൽ, ഇവിടെ 180. ഓക്കെ, 90-ക്കും 180-ക്കും ഇടയ്ക്കാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പോവാണ്. അങ്ങനെയാണെങ്കിൽ അവിടെ കോസ് തീറ്റയുടെ വാല്യൂ നെഗറ്റീവ് ആണ്. സോ എഫ് എസ് കോസ് തീറ്റ നമ്മൾ എടുക്കുമ്പോൾ വർക്ക് ഡൺ എപ്പോഴും നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതിന് ഒരു എക്സാമ്പിൾ പറയണമെന്നുണ്ടെങ്കിൽ, 180 ഡിഗ്രിക്ക് ഒരു എക്സാമ്പിൾ പറയണമെന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക, ഞാനൊരു ഒബ്ജക്റ്റിനെ മുകളിലോട്ട് എറിഞ്ഞു എന്ന് വിചാരിക്കാം. ഒരു പന്തിനെ മുകളിലോട്ട് എറിഞ്ഞു.
കുറേ നേരം മുകളിലോട്ട് പോകും, ഒരു ദൂരം വരെ മുകളിലോട്ട് പോയിട്ട് പിന്നെ താഴോട്ട് വരും. നമ്മൾ മുകളിലോട്ട് പോകുന്നതാണ് നോക്കുന്നത് വിചാരിക്കുക. അപ്പോൾ പന്തിന് മുകളിലോട്ട് എറിഞ്ഞു, അപ്പോഴുള്ള വർക്ക് ഡൺ ആണ് ഞാൻ കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ പന്ത് പോകുന്ന മുകളിലോട്ടാണ്, അപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് മുകളിലോട്ടാണ്, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് താഴോട്ടാണ്. അപ്പോൾ ഗ്രാവിറ്റി കാരണമുള്ള വർക്ക് ഡൺ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ ഇവ തമ്മിലുള്ള ആംഗിൾ 180 ഡിഗ്രിയാണ്. അപ്പോൾ മുകളിലോട്ട് പോകുമ്പോൾ ഗ്രാവിറ്റി കാരണം ഈ ബോഡിയിൽ ഉണ്ടാകുന്ന വർക്ക് ഡൺ എന്ന് പറയുന്നത് നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഏത് വസ്തുവിനെ നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോഴും അത് നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഇതിൻ്റെ ഡയറക്ഷൻ സംഭവിക്കുന്നത് എന്നുണ്ടെങ്കിൽ അതിൻ്റെ വർക്ക് ഡൺ നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ പലപ്പോഴും എക്സാംസിനും ഒക്കെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വരുന്നത് ഇങ്ങനെയാണ്, എന്തെങ്കിലും ഒരു സെനാരിയോ പറയും, എന്നിട്ട് അവിടുത്തെ വർക്ക് ഡൺ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ സീറോ ആണോ എന്ന് ചോദിക്കും. അപ്പോൾ നിങ്ങൾ എപ്പോഴും ഓർക്കേണ്ടത് ഈ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ ഓർക്കുക, എങ്ങോട്ടാണ് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത് മൈൻഡിൽ ആലോചിച്ച് നോക്കുക. ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ പന്തെടുത്ത് മുകളിൽ എറിഞ്ഞു കഴിഞ്ഞാൽ ആ മുകളിലോട്ട് പോകുമ്പോൾ ഇത് പോകുന്നത് മുകളിലോട്ടാണ്, അപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് ഡയറക്ഷൻ എനിക്ക് മുകളിലോട്ടാണെന്ന് അറിയാം. ഇനി ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കാരണമുള്ള വർക്ക് ഡൺ ആണ് ചോദിച്ചെങ്കിൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് താഴോട്ടാണെന്ന് എനിക്കറിയാം, അപ്പോൾ അത് താഴോട്ടാണ്. അപ്പോൾ ഇവ തമ്മിലുള്ള ആംഗിൾ എത്രയാണെന്ന് നോക്കുക. ആംഗിൾ 0-നും 90-ക്കും ഇടയ്ക്കാണെങ്കിൽ അവിടെ വർക്ക് ഡൺ പോസിറ്റീവ് ആയിരിക്കും, 90-ക്കും 180-ക്കും ഇടയ്ക്കാണെങ്കിൽ അവിടെ വർക്ക് ഡൺ നെഗറ്റീവ് ആയിരിക്കും. അങ്ങനെ കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, ഇനി നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്: എ കോൺസ്റ്റന്റ് ഫോഴ്സ് F is equal to 3I plus 2J plus 2K ന്യൂട്ടൺ. ഇത്രയും ഫോഴ്സ് വെക്ടർ തന്നിട്ടുണ്ട്. ആക്ട്സ് ഓൺ എ ബോഡി ഡിസ്പ്ലേസിങ് ഇറ്റ് ഫ്രം R1. ഒരു പർട്ടിക്കുലർ പൊസിഷനിൽ R1 ഉണ്ട്, ആ R1 തന്നിട്ടുണ്ട്. അതിൽ നിന്നും R2 വരെ ഈ ഫോഴ്സ് ആ ബോഡിനെ മൂവ് ചെയ്തു. എങ്ങനത്തെ ഫോഴ്സ് ആണ്? ഒരിക്കൽ കൂടി നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്ന എല്ലാം കോൺസ്റ്റന്റ് ഫോഴ്സ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞു കോൺസ്റ്റന്റ് ഫോഴ്സിന്റെ കാര്യം മാത്രമേ നമ്മൾ ഇവിടെ പറയുന്നുള്ളൂ, വേരിയബിൾ ഫോഴ്സിനെ നമ്മൾ പിന്നെ നോക്കും. അങ്ങനെയാണെങ്കിൽ എന്താ ചോദ്യം? ഫൈൻഡ് ദ വർക്ക് ഡൺ. ഓക്കെ, നമുക്കറിയാം വർക്ക് ഡൺ എന്ന് പറയുന്നത് F.S ആണ്. ഓക്കെ, നമുക്ക് ഇവിടെ എസ് എങ്ങനെ കണ്ടുപിടിക്കാം? നോക്കിയേ, എപ്പോഴും നമുക്ക് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് ഫൈനൽ പൊസിഷൻ മൈനസ് ഇനിഷ്യൽ പൊസിഷൻ ആണ്. ഓക്കെ, ഫൈനൽ പൊസിഷൻ നമുക്കറിയാം R2 ആണ്, ഇനിഷ്യൽ പൊസിഷൻ R1 ആണ്. അപ്പോൾ R2 മൈനസ് R1 ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഡിസ്പ്ലേസ്മെന്റ് കിട്ടി. ഫോഴ്സ് ഓൾറെഡി തന്നിട്ടുണ്ട്. ഇവ രണ്ടും തമ്മിൽ, ഈ കിട്ടിയ എസും ആ ഫോഴ്സും തമ്മിൽ ഡോട്ട് പ്രോഡക്റ്റ് എടുത്താൽ മതി, എനിക്ക് ഇതിൻ്റെ ആൻസർ കിട്ടും. ഡോട്ട് പ്രോഡക്റ്റ് എങ്ങനെ എടുക്കണം എന്ന് അറിഞ്ഞുകൂടാത്തവർ ഒരിക്കൽ കൂടി നമ്മൾ ചാപ്റ്റർ 4-ൽ എനിക്കൊന്ന് സെഷൻ നമ്പർ 4 or 5 വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എൻ്റെ ചാനലിൽ പോയി തപ്പിയാൽ മതി, അല്ലെങ്കിൽ ഫിസിക്സ് വിത്ത് പരം ഡോട്ട് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്താലും മതി യൂട്യൂബിൽ. നിങ്ങൾക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് അത് എങ്ങനെ ചെയ്യണം എന്നുള്ളത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഈ ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്തു നോക്കുക. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ ചെയ്ത് കാണിച്ചു തരാം, നമുക്കത് കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, വീഡിയോ പോസ് ചെയ്തിട്ട് നിങ്ങൾ ഒന്ന് ചെയ്തു നോക്കാൻ ശ്രമിച്ചു എന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് കിട്ടിയെങ്കിൽ ഓക്കെ, കിട്ടാത്ത പിള്ളേർ, മനസ്സിലാവാത്ത പിള്ളേർ എൻ്റെ കൂടെ ഫോളോ അലോങ് ചെയ്യുക. നമുക്കറിയാം ഈ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് ഫൈനൽ പൊസിഷൻ മൈനസ് ഇനിഷ്യൽ പൊസിഷൻ ആണ്. അപ്പോൾ ഈ രണ്ട് വെക്ടേഴ്സ് തമ്മിൽ R2-ഉം R1-ഉം തമ്മിൽ നമുക്ക് മൈനസ് ചെയ്യണം. എങ്ങനെയാണ് മൈനസ് ചെയ്യുന്നത്? R2 മൈനസ് R1 കണ്ടുപിടിക്കാൻ എനിക്ക് അതാത് കമ്പോണൻറ്റിലെ വാല്യൂസ് മൈനസ് ചെയ്താൽ മതി. ഇവിടെ I-ൽ +1 ആണ്, ഇവിടെ -1 ആണ്. അപ്പോൾ +1 മൈനസ് ഓഫ് -1. ഓക്കെ, 1 മൈനസ് ഓഫ് -1 അത്രയും I ആയിരിക്കും. ഓക്കെ, ദെൻ രണ്ടാമത് ഇവിടെ -1 ആണ്, അവിടെ +1 ആണ്. അപ്പോൾ +(-1) -1 അല്ലേ, -1 -1 J. ഓക്കെ, പ്ലസ് ഇനി അടുത്ത് നോക്കാം, ഇവിടെ 3K ആണ്, അവിടെ -2K ആണ്. അപ്പോൾ 3 - -2K ഇത്രയുമായിരിക്കും ആ എസ് എന്ന് പറയുന്നത്. അപ്പോൾ എസ് എനിക്ക് എങ്ങനെ എഴുതാം? 1 മൈനസ് ഓഫ് -1 എന്ന് പറയുന്നത് +1 ആയി. അപ്പോൾ 2I പ്ലസ് -1 -2 ആയത്. അപ്പോൾ -2J പ്ലസ് 3 -2K 3 + 2K ആയത്. അപ്പോൾ 5K. ഇത്രയുമാണ് എസിൻ്റെ വാല്യൂ. ഇനി വർക്ക് ഡൺ കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് F.S ചെയ്താൽ മതി. F.S എങ്ങനെ ചെയ്യും? ഡോട്ട് പ്രോഡക്റ്റ് എടുക്കണം എന്നുണ്ടെങ്കിൽ അതാത് കമ്പോണന്റ്, ഇവിടെ F ഉണ്ട്, ഇത് S ഉണ്ട്, ഇത് രണ്ടും അതാത് കമ്പോണന്റിലുള്ളതിനെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആഡ് ചെയ്താൽ മതി. ആദ്യം I-ലുള്ളത് മൾട്ടിപ്ലൈ ചെയ്യണം. 2 ഇവിടെ 2 ആണ് I-ൽ, ഇവിടെ 3 ആണ് I-ൽ. അപ്പോൾ 2 × 3 പ്ലസ് ഇവിടെ -2 ആണ് J-ൽ, അവിടെ 2 ആണ് J-ൽ. അപ്പോൾ -2 × 2 പ്ലസ് ഇവിടെ 5 ആണ് K-ൽ, അവിടെ 2 ആണ് K. അപ്പോൾ 5 × 2 എത്രയായി? ഇത് 6 ആണ്. 6 - 4 എന്ന് പറയുന്നത് 2 ആണ്. പ്ലസ് 10 12
ജൂൾസ് ആണ്. ഓക്കെ, ഇത് കിട്ടുന്നത് ആൻസർ ഒരു വെറും നമ്പർ ആയിരിക്കും. കാരണം എന്താ, നമുക്കറിയാം വർക്ക് ഡൺ എന്ന് പറയുന്നത് ഒരു സ്കേലാർ ക്വാണ്ടിറ്റി ആണ്. നമ്മളിവിടെ ഡിസ്കസ് ചെയ്തോളൂ, ഒരു സ്കേലാർ ക്വാണ്ടിറ്റി ആണ്. അപ്പോൾ കിട്ടുന്നത് വെറും ഒരു നമ്പർ ആയിരിക്കും എനിക്ക്. ആ നമ്പറും അവിടെ ഉള്ള യൂണിറ്റും മാത്രം എനിക്ക് എഴുതിയാൽ മതി. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇതെല്ലാം വെക്ടർ ക്വാണ്ടിറ്റി ആണ്. ഫോഴ്സ് ഒരു വെക്ടർ ക്വാണ്ടിറ്റി ആയിരുന്നു. അപ്പോൾ എനിക്ക് കിട്ടിയത് ഒരു വെക്ടറൈസ്ഡ് ഫോമിൽ, കമ്പോണന്റ് ഫോമിലായിരുന്നു എനിക്ക് കിട്ടിയത്. പൊസിഷൻ വെക്ടറും രണ്ടാമത്തെ ഫൈനൽ പൊസിഷൻ വെക്ടറും അതെല്ലാം വെക്ടേഴ്സ് ആയിരുന്നു. അവിടെയും എനിക്ക് കിട്ടിയതെല്ലാം വെക്ടേഴ്സ് ആയിരുന്നു, കമ്പോണന്റ് ഫോമിലായിരുന്നു കിട്ടിയത്. ഈ ഡിസ്പ്ലേസ്മെന്റും ഒരു വെക്ടർ ആണ്. അപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് കിട്ടിയതും എനിക്കൊരു വെക്ടർ ഫോമിലായിരുന്നു കിട്ടിയത്. പക്ഷേ വർക്ക് ഡൺ എഫ് ഡോട്ട് എസ് ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയത് വെറും ഒരു നമ്പറാണ്. ഇനി നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്കിലോട്ട് പോകാം. എനർജി. എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മലയാളത്തിൽ പറയുമ്പോൾ ഊർജ്ജം എന്ന് നമ്മൾ പറയും. എന്താണ് എനർജി? നമുക്ക് നോക്കാം. ദ ക്വാണ്ടിറ്റേറ്റീവ് പ്രോപ്പർട്ടി ദാറ്റ് മസ്റ്റ് ബി ട്രാൻസ്ഫേർഡ് ടു എ ബോഡി ടു പെർഫോം വർക്ക് ഓർ ടു ഹീറ്റ് ഇറ്റ് അപ്പ്. ഓക്കെ, പലപ്പോഴും പണ്ട് നമ്മൾ കൊച്ചുകുട്ടികളായിരിക്കുമ്പോൾ 6ാം ക്ലാസ്സിലും 5ാം ക്ലാസ്സിലൊക്കെ എന്താ എനർജി എന്ന് വെച്ച് കഴിഞ്ഞാൽ എനർജി ഈസ് എ കപ്പാസിറ്റി ടു ഡു വർക്ക് എന്ന് നമ്മൾ പഠിക്കാറുണ്ട്. ഓക്കെ, അത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡെഫിനിഷനാണ്. ഈ +1 +2 ലെവലിൽ നിങ്ങൾ അങ്ങനെ ഒരു ഡെഫിനിഷൻ എഴുതിയാൽ പോരാ. ചിലപ്പോൾ നിങ്ങൾക്ക് ഇത് എഴുതിയാലും ചിലപ്പോൾ മാർക്ക് കിട്ടും. പക്ഷേ കുറച്ചുകൂടെ നല്ല ഡെഫിനിഷൻ എന്ന് പറയുന്നത് നമ്മൾ ആദ്യം പറയുന്നതാണ്. ദ ക്വാണ്ടിറ്റേറ്റീവ് പ്രോപ്പർട്ടി, ഒരു ക്വാണ്ടിറ്റേറ്റീവ് പ്രോപ്പർട്ടിയാണ്, എന്തോ ഒരു പ്രോപ്പർട്ടിയാണ് എനർജി. എന്ത് പ്രോപ്പർട്ടിയാണ് അത്? എന്ത് ചെയ്യണം? അത് ട്രാൻസ്ഫർ ചെയ്യണം. എന്തിനാണ് അത് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്? ഒരു ബോഡിയിൽ വർക്ക് നടക്കണം, അല്ലെങ്കിൽ ആ ബോഡീനെ ഹീറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ, ഒരു ബോഡിയിൽ വർക്ക് നടക്കണം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു വസ്തു ഉണ്ടെന്ന് വിചാരിക്കാം. ആ വസ്തുവിനെ എനിക്ക് തള്ളി നീക്കണം, അതാണ് അതിൻ്റെ വർക്ക്. ഓക്കെ, അവിടെ നടക്കേണ്ട വർക്ക് എന്ന് പറയുന്നത് ഈ വസ്തു, ഇവിടെ ഇരുന്ന വസ്തുവിനെ എനിക്ക് അവിടെ കൊണ്ട് വെക്കണം, അതാണ് എൻ്റെ വർക്ക്. ഓക്കെ, ഇവിടെ ഇരുന്ന വസ്തുവിനെ ഇത്രയും ദൂരം നീക്കണം, അതാണ് എനിക്ക് വേണ്ട വർക്ക്. അപ്പോൾ ആ വർക്ക് ഈ വസ്തുവിൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഞാനാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് എന്തെങ്കിലും ഉണ്ടാവണം, എൻ്റെ കയ്യിൽ എന്തോ ഉണ്ടെങ്കിൽ മാത്രമേ അത് വെച്ച് എനിക്ക് ഇതിൽ വർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ആ ഉണ്ടാവുന്ന പ്രോപ്പർട്ടീനാണ് നമ്മൾ എനർജി എന്ന് പറയുന്നത്. എനിക്ക് എന്ത് വേണമോ വർക്ക് ചെയ്യാൻ, എനിക്ക് എന്ത് വേണമോ അതിനെയാണ് എനർജി എന്ന് പറയുന്നത്. അത് വർക്ക് ചെയ്യാൻ മാത്രമല്ല, ഈ ബോഡീനെ ചൂടാക്കാം. ആ എനർജി വെച്ചുകൊണ്ട്, എൻ്റെ കയ്യിൽ കുറച്ച് എനർജി ഉണ്ടെങ്കിൽ ആ എനർജി വെച്ചുകൊണ്ട് ഒന്നെങ്കിൽ ആ എനർജി വെച്ചുകൊണ്ട് എനിക്ക് ഇതിൽ വർക്ക് ചെയ്യാം, അല്ലെങ്കിൽ ആ എനർജി വെച്ചുകൊണ്ട് എനിക്ക് ഈ വസ്തുവിനെ ചൂടാക്കാം. ആ പ്രോപ്പർട്ടീനെയാണ് നമ്മൾ എനർജി അല്ലെങ്കിൽ ഊർജം എന്ന് പറയുന്നത്. ഓക്കെ, ശ്രദ്ധിക്കുക. ഒരിക്കൽ കൂടി നമുക്കറിയാവുന്ന കാര്യമാണ്, ഒരു ക്വാണ്ടിറ്റി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 5 കാര്യങ്ങൾ എപ്പോഴും പറയണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആദ്യം ഡെഫിനേഷൻ പറയണം. ഡെഫിനേഷൻ ഇപ്പോൾ നമ്മൾ പറഞ്ഞു. ഇതിൻ്റെ എക്സ്പ്രഷൻ, എനർജിക്ക് ഒരു യൂണിവേഴ്സൽ എക്സ്പ്രഷൻ ഇല്ല. നമുക്ക് പലതരം എനർജി ഉണ്ട്, അതിനെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നതായിരിക്കും. അപ്പോൾ പലതരം എനർജിക്ക് പലതരം എക്സ്പ്രഷൻ ആയിരിക്കും നമ്മൾ പറയുന്നത്. അപ്പോൾ അത് നമ്മൾ പിന്നെ നോക്കുന്നതായിരിക്കും. ഇനി അത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ യൂണിറ്റ്, ഡയമെൻഷൻ, പിന്നെ സ്കെയിലർ ആണോ വെക്ടർ ആണോ എന്നുള്ളത് നമുക്ക് പറയണം. അപ്പോൾ ആദ്യം നമുക്ക് ഇതിൻ്റെ യൂണിറ്റ് നോക്കാം. യൂണിറ്റ് എന്ന് പറയുന്നത് എപ്പോഴും വർക്കിന് എന്ത് യൂണിറ്റ് ആണോ അത് തന്നെയാണ് എനർജിയുടെ യൂണിറ്റ്. കാരണം എൻ്റെ കയ്യിൽ എനർജി ഉണ്ട്, ആ എനർജിനെ തന്നെയാണ് ഞാൻ വർക്കാക്കി മാറ്റുന്നത്. ഓക്കെ, എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന എനർജി വെച്ച് ഞാൻ ഇതിനെ തള്ളി നീക്കി. അപ്പോൾ വർക്ക് എന്താണോ അതിൻ്റെ സിമിലർ ആയിട്ടുള്ള യൂണിറ്റ് ആയിരിക്കും എനർജിക്കും ഉണ്ടാവുന്നത്. അപ്പോൾ ഈ എനർജിയുടെയും യൂണിറ്റ് ജൂൾ അല്ലെങ്കിൽ ന്യൂട്ടൺ മീറ്റർ എന്നെനിക്ക് എഴുതാം. ഓക്കെ, ഇനി ഡയമെൻഷൻ നോക്കുക. ഡയമെൻഷൻ നമുക്ക് ഒരിക്കൽ കൂടി അറിയാം. സെയിം യൂണിറ്റ് ആണ് നമുക്ക് എനർജിക്ക് വരുന്നതെന്നുണ്ടെങ്കിൽ സെയിം ഡയമെൻഷൻ ആയിരിക്കും നമുക്ക് വരുന്നത്. അപ്പോൾ ഡയമെൻഷൻ എന്തായിരിക്കും? ml² T⁻⁻² ആയിരിക്കും. സ്കെയിലർ ആണോ വെക്ടർ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വർക്ക് സ്കെയിലർ ആണ്, അപ്പോൾ എനർജിയും സ്കെയിലർ ക്വാണ്ടിറ്റി ആയിരിക്കും. ഓക്കെ, ഇനി നെക്സ്റ്റ് പോയിന്റിലോട്ട് നമുക്ക് പോകാം. ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് എനർജി ആർ ദർ. നമുക്ക് എനർജി പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പലതരം എനർജികൾ പറയാം. ഫോർ എക്സാമ്പിൾ, ഇവിടെ വെളിച്ചമുണ്ട്, അതൊരു തരം ഊർജ്ജമാണ്, വെളിച്ചത്തിൻ്റെ ഊർജ്ജം. ഓക്കെ, ശബ്ദം കേൾക്കുന്നു, അത് മറ്റൊരു തരം ഊർജ്ജമാണ്, സൗണ്ട് എനർജി. നേരത്തെ പറഞ്ഞ ലൈറ്റ് എനർജി. ഇതെല്ലാം പ്രവർത്തിപ്പിക്കുന്ന വൈദ്യുതി ഉണ്ട്, അതൊരു തരം എനർജിയാണ്, ഇലക്ട്രിക്കൽ എനർജി. ചൂടാക്കുന്നു, ഞാൻ ഒരു സാധനത്തിനെ ചൂടാക്കുന്നു, രാവിലെ എണീറ്റ് ഞാൻ ചായ ഇടാൻ പോകുന്നു, അപ്പോൾ അവിടെ ഞാൻ കൊടുക്കുന്നത് ചൂടാണ്, അത് ഹീറ്റ് എനർജിയാണ്. ഇങ്ങനെ പലതരം എനർജി നമുക്ക് ചുറ്റും കാണാൻ പറ്റും. നമുക്ക് ചുറ്റും പലതരം എനർജീസിനെ നമുക്ക് കാണാൻ പറ്റും. അതിൻ്റെ എക്സാമ്പിളാണ് നമ്മളിവിടെ ഒരു 2 എഴുതിയിട്ടുണ്ട്. ഹീറ്റ് എനർജി, ലൈറ്റ് എനർജി, ഒത്തിരി കാര്യങ്ങൾ നമുക്ക് പറയാം. ഓക്കെ, ഞാൻ ഇപ്പോൾ പറഞ്ഞ പോലെ ഇലക്ട്രിക്കൽ എനർജി പറയാം, മെക്കാനിക്കൽ എനർജി പറയാം, കൈനറ്റിക് എനർജി, പൊട്ടാൻഷ്യൽ എനർജി, ഇങ്ങനെ പല എനർജി നമുക്ക് പറയാം. അപ്പോൾ ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് എനർജി ഉണ്ട്. അതിൻ്റെ എക്സാമ്പിൾസ് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഹീറ്റ് എനർജി പറയാം, ലൈറ്റ് എനർജി പറയാം, ആൻഡ് സോ ഓൺ ആൻഡ് സോ ഫോർത്ത് പറയാം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് ഈ കാര്യങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നോട്ട്സ് ആയിട്ട് എഴുതിയെടുത്തോളാം. നമുക്ക് ഈ സെഷൻ കണ്ടിന്യൂ ചെയ്യാം.
ഓൾറൈറ്റ്, നിങ്ങൾ വീഡിയോ പോസ് ചെയ്തിട്ട് നോട്ട്സ് എഴുതി എന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്ക് നെക്സ്റ്റ് സെക്ഷനിലോട്ട് പോകാം. അപ്പോൾ നമ്മൾ എനർജീനെ കുറിച്ച് പറഞ്ഞായിരുന്നു. ഇനി നമ്മൾ ടൈപ്സ് ഓഫ് എനർജി ആയിരിക്കും നോക്കുന്നത്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ എനർജിയുടെ യൂണിറ്റും ഡയമെൻഷനും ഒക്കെ നമ്മൾ പറഞ്ഞായിരുന്നു. എനർജിയുടെ യൂണിറ്റ് എന്ന് പറയുന്നത് ജൂളാണ്, അല്ലെങ്കിൽ ന്യൂട്ടൺ മീറ്റർ. വർക്കിൻ്റെ യൂണിറ്റ് എന്താണോ അത് തന്നെ ആയിരിക്കും എനർജിയുടെയും യൂണിറ്റ്. അതേപോലെ ഡയമെൻഷൻ എന്ന് പറയുന്നത് mL²T⁻⁻² ആണ്. ആൻഡ് സ്കെയിലർ ആണോ വെക്ടർ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സ്കെയിലർ തന്നെയാണ്. അപ്പോൾ ഇനി നമ്മൾ ടൈപ്പ് ഓഫ് എനർജി പറയുമ്പോൾ, ഇപ്പോൾ ലെറ്റ്സ് സേ മെക്കാനിക്കൽ എനർജി, അല്ലെങ്കിൽ അതിൽ തന്നെ കൈനറ്റിക് ആൻഡ് പൊട്ടൻഷ്യൽ എനർജി, അങ്ങനെ പല ടൈപ്പ് ഓഫ് എനർജി നമ്മൾ പറയുമ്പോഴും ഇതിൻ്റെ എല്ലാം യൂണിറ്റും ഡയമെൻഷനും സ്കെയിലർ ആണോ വെക്ടർ ആണോ എന്നുള്ള കാര്യങ്ങളൊന്നും മാറുന്നില്ല. യൂണിറ്റ് എപ്പോഴും ജൂൾ ആയിരിക്കും എല്ലാ ടൈപ്പ് ഓഫ് എനർജിക്കും. ഡയമെൻഷൻ mL²T⁻² തന്നെ ആയിരിക്കും. ആൻഡ് എല്ലാ ടൈപ്പ് ഓഫ് എനർജിയും സ്കെയിലാർ ക്വാണ്ടിറ്റി ആയിരിക്കും. ഓക്കെ, നമ്മളിപ്പോൾ ആദ്യത്തെ ടൈപ്പ് ഓഫ് എനർജി പഠിക്കാൻ പോവുകയാണ്. നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ പറഞ്ഞായിരുന്നു ഈ +1 ആദ്യത്തെ ഒരു 7-8 ചാപ്റ്റർ വരെ നമ്മൾ മെക്കാനിക്സ് ആയിരിക്കും പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ മെക്കാനിക്സ് എന്ന് പറഞ്ഞാൽ കൂടുതൽ ചലനത്തിനെ കുറിച്ചായിരിക്കും നമ്മൾ കൂടുതൽ പഠിക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്ന ടൈപ്പ് ഓഫ് എനർജിയും ചലനത്തിന് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. ആദ്യം മെക്കാനിക്കൽ എനർജി എന്താണെന്ന് നോക്കാം. Energy produced by mechanical means, it is called mechanical energy. യാന്ത്രികമായി ഉള്ള കാര്യങ്ങളാൽ ഒരു ബോഡിക്ക് എനർജി കിട്ടുവാണെങ്കിൽ, ഒരു വസ്തുവിന് എനർജി കിട്ടുവാണെങ്കിൽ അതിന് നമ്മൾ മെക്കാനിക്കൽ എനർജി എന്ന് പറയും. അത് നമുക്ക് മൂവ്മെൻറ്റ് കൊണ്ടാവാം, അതിൻ്റെ പൊസിഷൻ കൊണ്ടാവാം, അതിരിക്കുന്ന അവസ്ഥ കൊണ്ടാവാം. അങ്ങനെയൊക്കെ വെച്ച് വരുന്ന കാര്യങ്ങളെ, അങ്ങനെ വെച്ച് വരുന്ന എനർജീനെ, ഊർജ്ജത്തിനെ നമ്മൾ മെക്കാനിക്കൽ എനർജി എന്ന് പറയും. അപ്പോൾ എന്താ മെക്കാനിക്കൽ എനർജി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനർജി പ്രൊഡ്യൂസ്ഡ് ഓർ എനർജി പൊസസ്ഡ് ബൈ എ ബോഡി ബൈ മെക്കാനിക്കൽ മീൻസ് ആർ കോൾഡ് മെക്കാനിക്കൽ എനർജി. ഈ മെക്കാനിക്കൽ എനർജി തന്നെ 2 ടൈപ്പ് ഓഫ് എനർജി ഉണ്ട്. അത് പറയുമ്പോൾ കുറച്ചുകൂടെ കൂടുതൽ മനസ്സിലാവും എന്താണ് മെക്കാനിക്കൽ എനർജി എന്നുള്ളത്. ആദ്യത്തെ ടൈപ്പ് എന്ന് പറയുന്നത് കൈനറ്റിക് എനർജി. നിങ്ങൾ കൊച്ചു ക്ലാസ്സിൽ പലപ്പോഴും പഠിച്ചു കാണും കൈനറ്റിക് എനർജി എന്നുള്ളതിനെ കുറിച്ച്. ഇറ്റ് ഈസ് ദി എനർജി possessed by a body due to its motion. ഒരു വസ്തുവിൻ്റെ ചലനം കാരണം അതിലുണ്ടാവുന്ന എനർജി അല്ലെങ്കിൽ ഊർജ്ജത്തിനെയാണ് നമ്മൾ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ഇപ്പം ഞാൻ പറയുവാണ്, ഒരു കാർ പോകുന്നു, കാർ പതുക്കെ പോകുന്നു, കാർ സ്പീഡിൽ പോകുന്നു. ഓക്കെ, എന്നിട്ട് ഈ കാർ ഒരു മതിലിൽ ചെന്ന് ഇടിച്ചെന്ന് വിചാരിക്കാം. പതുക്കെ പോയ കാർ മതിലിൽ ചെന്ന് ഇടിച്ചു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന നഷ്ടം അല്ലെങ്കിൽ ഉണ്ടാവുന്ന ഇമ്പാക്റ്റ് അത് ആലോചിച്ച് നോക്കുക. സ്പീഡിൽ പോയി ഇടിച്ചു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ഇമ്പാക്റ്റ് ഏതിനായിരിക്കും കൂടുതൽ? സ്പീഡിൽ പോകുമ്പോഴായിരിക്കും കൂടുതൽ ഇമ്പാക്റ്റ് ഉണ്ടാകുന്നത്. എന്തുകൊണ്ടാണ്? ആ ബോഡിക്ക് കൂടുതൽ കൈനറ്റിക് എനർജി ഉള്ളതുകൊണ്ടാണ്. അതേപോലെ ഞാനിപ്പോൾ പറയുവാണ്, ഞാൻ ഒരു ചുടുകട്ട എടുത്ത് എറിഞ്ഞു. ഓക്കെ, എൻ്റെ മുഖത്തൊന്ന് വീണു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ പതുക്കെ എടുത്തെറിഞ്ഞു കഴിഞ്ഞാൽ അത് പതുക്കെ വന്ന് അടിക്കും, എനിക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ല. ഇത് നല്ല സ്പീഡ് എറിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മൊത്തം പൊട്ടിപ്പോകും. അപ്പോൾ എപ്പോഴൊക്കെയാണ് ഒരു ബോഡിക്ക് ചലനം ഉണ്ടാവുന്നത് അപ്പോഴുണ്ടാവുന്ന എനർജിയാണ് കൈനറ്റിക് എനർജി എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം അതിൻ്റെ. അപ്പോൾ നമ്മൾ ഡെഫിനേഷൻ പറഞ്ഞു, ഇതിൻ്റെ എക്സ്പ്രഷൻ എങ്ങനെ എഴുതും എന്ന് നോക്കാം. ഒരു പന്തുണ്ടെന്ന് വിചാരിക്കാം. ആ പന്ത് ഇവിടെ ഇരിക്കുവാണ്, ഇനിഷ്യൽ വെലോസിറ്റി 0 ആണ്, ചലനമില്ലാതെ പന്ത് ഇരിക്കുവാണ്. ഞാൻ അതിനെ ഒരു ഫോഴ്സ് ഇട്ട് നീക്കി എന്ന് വിചാരിക്കാം, ഇതിനെ തള്ളി വിട്ടു. അപ്പോൾ അത് കുറെ ചലിച്ചു, ഒരു S ദൂരം ചലിച്ചു, അതാണ് ഈ S എന്ന് കാണിച്ചേക്കുന്നത്. അതിൻ്റെ ഫൈനൽ വെലോസിറ്റി v ആയി മാറി. ഓക്കെ, ഇനി ശ്രദ്ധിക്കാം, നമുക്കറിയാം നമ്മുടെ ഇക്വേഷൻ ഓഫ് മോഷനിൽ നിന്ന് നമുക്കറിയാം v² - u² = 2as എന്ന് നമുക്കറിയാം. ഇതിൽ നിന്നും ഞാൻ ആക്സലറേഷൻ എഴുതി കഴിഞ്ഞാൽ എനിക്ക് എന്തെഴുതാം? v² - u² / 2s എന്നെഴുതാം. ഇനി ഇവിടെ ശ്രദ്ധിക്കുക, u 0 ആയിരുന്നു. അപ്പോൾ ഇവിടെ v² - u² പറയുന്നത് ഇത് 0 ആയിപ്പോയി, ഇത് 0 ആണ്. അപ്പോൾ എനിക്ക് എന്തെഴുതാം? v² / 2s ആണ് ഇതിൻ്റെ ആക്സലറേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ ഉപയോഗിച്ച ഫോഴ്സ് എത്രയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് എന്ത് പറയാൻ പറ്റും? ആ ഫോഴ്സ് എന്ന് പറയുന്നത് ഈ ആക്സലറേഷൻ ma ആണ് ഫോഴ്സ് ബൈ ന്യൂട്ടൺസ് ലോസ് ഓഫ് മോഷൻ. മാസിൻ്റെ ആക്സലറേഷൻ ആണ് മോഷൻ, മാസിൻ്റെ ആക്സലറേഷൻ ആണ് ഫോഴ്സ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഈ ബോളിൻ്റെ മാസ് m ആണെന്ന് അറിയാം എന്നുണ്ടെങ്കിൽ ആ m ഇൻറ്റു ഈ ആക്സലറേഷൻ ആയിരിക്കും ഫോഴ്സ്, m ഇൻറ്റു v² / 2s ആയിരിക്കും ഇവിടെ ഉണ്ടാവുന്ന ഫോഴ്സ്. ഓക്കെ, ഇനി നമുക്ക് എന്തറിയണം? നമുക്ക് അറിയേണ്ടത് കൈനറ്റിക് എനർജിയാണ്. ഓക്കെ, ഈ ഫോഴ്സ് കാരണം ഈ ബോഡിയിൽ ഉണ്ടാവുന്ന വർക്കാണ് അതിൽ കൈനറ്റിക് എനർജിയായി സ്റ്റോർ ആവുന്നത്. ഓക്കെ, ഞാൻ പറഞ്ഞായിരുന്നു എന്താ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എനർജി എന്ന് പറഞ്ഞാൽ നമുക്ക് വർക്ക് ചെയ്യാനുള്ള കഴിവിനെ തന്നെയാണ് നമ്മൾ എനർജി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ബോഡിയിൽ ഞാനൊരു വർക്ക് ചെയ്തു, അതിന് ഉപയോഗിച്ച എനർജിയാണ് ഞാൻ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ എത്രയാണോ വർക്ക് അത് തന്നെയായിരിക്കും അവിടുത്തെ എനർജി. അങ്ങനെയാണെങ്കിൽ വർക്ക് എങ്ങനെ എനിക്ക് കണ്ടുപിടിക്കാം? വർക്ക് കണ്ടുപിടിക്കാൻ എനിക്ക് ഇത്രയും ചെയ്താൽ മതി. വർക്ക് അല്ലെങ്കിൽ ഇസ് ഈക്വൽ ടു കൈനറ്റിക് എനർജി എന്ന് ഞാൻ എഴുതുവാണ്.
ഓക്കെ, എത്ര വർക്ക് ആയിരുന്നോ അത്ര തന്നെയാണ് കൈനറ്റിക് എനർജി കൊടുത്തിട്ടുള്ളത്. അത്ര കൈനറ്റിക് എനർജി കൊടുക്കുമ്പോഴാണ് അതിൽ വർക്ക് നടക്കുന്നത്. അപ്പോൾ വർക്ക് ഈസ് ഈക്വൽ ടു കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു എനിക്ക് എന്ത് എഴുതാം, എഫ് ഡോട്ട് എസ്. നമ്മൾ കുറച്ച് മുന്നേ പഠിച്ചതേ ഉള്ളൂ, ഫോഴ്സ് ഇൻറ്റു അവിടെ ഉണ്ടാകുന്ന ഡിസ്പ്ലേസ്മെന്റ്. ഓക്കെ, ഇനി നോക്കാം, ഫോഴ്സും ഈ ഡയറക്ഷനിൽ തന്നെയാണ് ഞാൻ കൊടുത്തത്. എനിക്ക് ചലനം ഉണ്ടായതും ഈ ഡയറക്ഷനിൽ തന്നെയാണ്, ബോൾ ഉരുണ്ട് പോകുന്നതും ഈ ഡയറക്ഷനിൽ തന്നെയാണ്. അപ്പോൾ രണ്ടും തമ്മിലുള്ള ആംഗിൾ 0 ഡിഗ്രി ആയി. അപ്പോൾ എഫ് ഡോട്ട് എസ് എന്ന് പറയുന്നത് എഫ് എസ് കോസ് തീറ്റ, കോസ് 0 എന്നുള്ളത് 1 ആയതുകൊണ്ട് എഫ് ഇൻറ്റു എസ് എന്ന് എഴുതിയാൽ തന്നെ മതി. എഫ് ഇൻറ്റു എസ് തന്നെയായിരിക്കും. ഇനി നമുക്ക് നോക്കാം, എഫ് എനിക്കറിയാം, എം വി സ്ക്വയർ ഡിവൈഡഡ് ബൈ 2s ആണ്. എം വി സ്ക്വയർ ഡിവൈഡഡ് ബൈ 2s ഇൻറ്റു എസ് ആയിരിക്കും എനിക്കിവിടെ ഉണ്ടാകുന്ന കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ എം വി സ്ക്വയർ ഡിവൈഡഡ് ബൈ 2. ഇത് കുറച്ചുകൂടെ ഭംഗിയായിട്ട് എഴുതി കഴിഞ്ഞാൽ കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ഈ ഹാഫ് പുറത്ത് എഴുതുവാണ് എം വി സ്ക്വയർ എന്ന് നമുക്ക് എഴുതാം. ഇത് നിങ്ങൾ പലപ്പോഴും കുഞ്ഞു ക്ലാസ്സിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, പലപ്പോഴും ഇങ്ങനെ ഡിറൈവ് ചെയ്തൊന്നും പഠിച്ച് കാണത്തില്ല. പക്ഷേ കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു ഹാഫ് എം വി സ്ക്വയർ എന്ന് നമ്മൾ പഠിച്ച് കാണും. വേർ എം എന്ന് പറയുന്നത് മാസ് ആണ്, അത് എപ്പോഴും എഴുതാൻ മറക്കരുത്. ആൻഡ് വി എന്ന് പറയുന്നത് വെലോസിറ്റി ഓഫ് ദ ഓബ്ജക്റ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഒരു ബോഡിക്ക് ഒരു എം മാസ് ഉണ്ടെങ്കിൽ അതിൻ്റെ വെലോസിറ്റി വി ആണ് എന്ന് എനിക്ക് അറിയാമെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൈനറ്റിക് എനർജി എത്രയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഹാഫ് എം വി സ്ക്വയർ ചെയ്താൽ മതിയായിരിക്കും. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാം, റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ മൊമെൻറ്റം ആൻഡ് കൈനറ്റിക് എനർജി. നമുക്ക് മൊമെൻറ്റത്തിനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചായിരുന്നു. എന്താ മൊമെൻറ്റ് എന്ന് പറയുന്നത്? മൊമെൻറ്റ് എന്ന് പറയുന്നത് പ്രോഡക്റ്റ് ഓഫ് മാസ് ഇൻറ്റു പ്രോഡക്റ്റ് ഓഫ് മാസ് ആൻഡ് വെലോസിറ്റി ആണ്. ടോട്ടൽ ക്വാണ്ടിറ്റി ഓഫ് മോഷൻ ആണ് മൊമെൻറ്റം എന്ന് പറയുന്നത്. അതിൻ്റെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് മാസ് ഇൻറ്റു വെലോസിറ്റി ആണ്. അപ്പോൾ പി എന്ന് പറയുന്നത് എനിക്കറിയാം മാസ് ഇൻറ്റു വെലോസിറ്റി ആണെന്ന് എനിക്കറിയാം. കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ എഴുതിയതേ ഉള്ളൂ, ഹാഫ് ഇൻറ്റു എം വി സ്ക്വയർ ആണ് എന്നറിയാം. ഇത് രണ്ടിനെയും എങ്ങനെ ബന്ധിപ്പിക്കാം എന്നുള്ളതാണ് നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത്. ശ്രദ്ധിക്കാം, ഈ ഹാഫ് എം വി സ്ക്വയർ എന്നുള്ളത് ഞാൻ ഇത്തിരി കൂടെ ഡീറ്റെയിൽ ആയിട്ട് എഴുതി കഴിഞ്ഞാൽ മുകളിലും താഴെയും ഞാൻ എം കൊണ്ട് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുവാണ്. അപ്പോൾ എന്തായി, ഹാഫ് ഇൻറ്റു എം ബൈ എം ഇൻറ്റു എം വി സ്ക്വയർ എന്ന് എഴുതാം. മുകളിലും താഴെയും ഒരു ഇക്വേഷൻ അല്ലെങ്കിൽ ഒരു എക്സ്പ്രഷനിൽ മുകളിലും താഴെയും സെയിം ക്വാണ്ടിറ്റി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇക്വേഷൻ ഒരു മാറ്റവും സംഭവിക്കത്തില്ല. അങ്ങനെയാണെങ്കിൽ എന്തായി, ഇതിനെ ഈ എമ്മും ഈ എമ്മും മുകളിൽ 2 എം ഉണ്ട്, അപ്പോൾ എം സ്ക്വയർ ആയി. അപ്പോൾ 1/2m ഇൻറ്റു എം സ്ക്വയർ വി സ്ക്വയർ ആയി. ഓക്കെ, ശ്രദ്ധിക്കുക, എം സ്ക്വയർ വി സ്ക്വയറിനെ എനിക്ക് എം വി ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. എന്ന് വെച്ചാൽ ഹാഫ് അല്ലെങ്കിൽ 1/2m ഇൻറ്റു എം വി ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. ഓക്കെ, എം വി എന്താണ്? എം വി എന്ന് പറയുന്നത് മൊമെൻറ്റം ആണ്. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഇതിന് എന്തെഴുതാം, 1/2m ഇൻറ്റു പി സ്ക്വയർ എന്ന് എനിക്ക് എഴുതാം. സോ മൊമെൻറ്റം തന്നു കഴിഞ്ഞാൽ എനിക്ക് കൈനറ്റിക് എനർജി കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ ആ വസ്തുവിൻ്റെ മൊമെൻറ്റത്തിനെ സ്ക്വയർ എടുക്കുക, ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു വസ്തുവിൻ്റെ മാസ് ചെയ്യുക ഡിനോമിനേറ്റർ. അങ്ങനെയാണെങ്കിൽ എനിക്ക് കൈനറ്റിക് എനർജി കിട്ടും. തിരിച്ചാണെങ്കിലോ, ഇനി നോക്കാം, ഈ 2m ഇപ്പുറത്ത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടും? പി സ്ക്വയർ ഇസ് ഈക്വൽ ടു 2m ഇൻറ്റു കൈനറ്റിക് എനർജി എന്ന് കിട്ടും. എന്ന് വെച്ചാൽ പി ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 2m ഇൻറ്റു കൈനറ്റിക് എനർജി എന്ന് എനിക്ക് എഴുതാം. ഓക്കെ, ഈ രണ്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എനിക്ക് മൊമെൻറ്റം തന്നു കഴിഞ്ഞാൽ കൈനറ്റിക് എനർജി കണ്ടുപിടിക്കാൻ ഹാഫ് ഇൻറ്റു പി സ്ക്വയർ ഡിവൈഡ് ബൈ 2m ചെയ്താൽ മതി. കൈനറ്റിക് എനർജി തന്നു കഴിഞ്ഞാൽ മൊമെൻറ്റം കണ്ടുപിടിക്കാൻ റൂട്ട് ഓഫ് 2m ഇൻറ്റു കൈനറ്റിക് എനർജി ചെയ്താൽ മതി, വേർ എം ഇസ് മാസ്. ഓക്കെ, അപ്പോൾ ഒന്ന് തന്നു കഴിഞ്ഞാൽ മറ്റത് കണ്ടുപിടിക്കാൻ പലപ്പോഴും ക്വസ്റ്റ്യൻസ് വരാറുണ്ട്, അത് നമുക്ക് ചെയ്യാൻ അറിഞ്ഞിരിക്കണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്കൊരു പ്രോബ്ലം ചെയ്ത് നോക്കാം. ശ്രദ്ധിക്കുക, ഇതാണ് ക്വസ്റ്റ്യൻ. എ ബോഡി ഓഫ് മാസ് 10 kg ഈസ് ഫാളിംഗ് ഫ്രം എ ഹൈറ്റ് ഓഫ് 10 മീറ്റർ. ഒരു വസ്തു ഉണ്ട്, ഒരു ബോളാണെന്ന് വിചാരിക്കാം, ഞാൻ ബോളാണെന്ന് പറയുവാണ്. ആ ബോളിന് 10 മീറ്റർ ഹൈറ്റിൽ നിൽക്കുമായിരുന്നു, ഭൂമിയിൽ നിന്നും 10 മീറ്റർ ഹൈറ്റിൽ നിൽക്കുന്ന ഒരു ബോഡി ആയിരുന്നു. ഓക്കെ, അപ്പോൾ ഈ ഹൈറ്റ് 10 മീറ്റർ ആണ്. ഓക്കെ, എത്ര അതിൻ്റെ വെയിറ്റ് 10 kg എന്ന് തന്നിട്ടുണ്ട്. 10 kg വെയിറ്റ് ഉള്ള ഒരു വസ്തുവായിരുന്നു. ഓക്കെ, ഇനി എന്താ ചോദിച്ചിട്ടുള്ള, ഫൈൻഡ് ദ കൈനറ്റിക് എനർജി ആൻഡ് മൊമെൻറ്റം ജസ്റ്റ് ബിഫോർ ഇറ്റ് ഹിറ്റ്സ് ദ ഗ്രൗണ്ട്. താഴെ വന്ന് ഇടിക്കുന്ന തൊട്ട് മുന്നേ എത്രയാണ് ആ ബോഡിക്ക് ഉണ്ടായിരുന്ന കൈനറ്റിക് എനർജി എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്താ കൈനറ്റിക് എനർജി? ഹാഫ് എം വി സ്ക്വയർ. അപ്പോൾ ഈ ഇടിക്കുന്ന തൊട്ട് മുന്നേ ഉള്ള വെലോസിറ്റി കണ്ടുപിടിക്കണം. മാസ് ഓൾറെഡി ഉണ്ട്, വെലോസിറ്റി കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഹാഫ് എം വി സ്ക്വയർ വെച്ച് എനിക്ക് കൈനറ്റിക് എനർജി കണ്ടുപിടിക്കാം. അതാണ് ആദ്യത്തെ. രണ്ടാമത് മൊമെൻറ്റം ചോദിച്ചിട്ടുണ്ട്. കൈനറ്റിക് എനർജി അറിയാമെങ്കിൽ മൊമെൻറ്റം എനിക്ക് ഇവിടെ നിന്ന് കണ്ടുപിടിക്കാം. ഓക്കെ, ഒന്ന് ചെയ്തു നോക്കുക. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്ത് കാണിച്ചുതരാം. ഓൾറൈറ്റ്, നിങ്ങൾ ചെയ്യാൻ ശ്രമിച്ചു എന്ന് പ്രതീക്ഷിക്കുന്നു. കിട്ടാത്തവർ എൻ്റെ കൂടെ ഒന്ന് ഫോളോ അലോങ് ചെയ്യുക. എന്താണ് ചോദ്യം? ഒരിക്കൽ കൂടി, ഇടിക്കുന്നതിന് തൊട്ട് മുന്നേ ഉള്ള
മൊമെൻറ്റമും കൈനറ്റിക് എനർജിയും ആണ് ചോദിച്ചേക്കുന്നത്. ആദ്യം നമുക്ക് ഇടിക്കുന്ന തൊട്ട് മുന്നേ ഉള്ള കൈനറ്റിക് എനർജി എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് നോക്കാം. കൈനറ്റിക് എനർജി കണ്ടുപിടിക്കാൻ വേണ്ടി എനിക്ക് രണ്ട് കാര്യങ്ങൾ വേണം. മാസ് വേണം, വെലോസിറ്റി വേണം. അത് രണ്ടും ഉണ്ടെങ്കിൽ എനിക്ക് കൈനറ്റിക് എനർജി കണ്ടുപിടിക്കാം. വെലോസിറ്റി, മാസ് ഓൾറെഡി ഇവിടെ ഉണ്ട്. വെലോസിറ്റി എങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം. എത്ര ദൂരം അത് സഞ്ചരിച്ചു? ഇടിക്കുന്ന തൊട്ട് മുന്നേ 10 മീറ്റർ തന്നെ സഞ്ചരിക്കും. ഇത്രയും ദൂരം പോയാലല്ലേ ഇടിക്കുന്ന തൊട്ട് മുന്നേ ആവത്തുള്ളൂ. അപ്പോൾ 10 മീറ്റർ അത് സഞ്ചരിച്ചു. അപ്പോൾ S=10 എന്നെനിക്ക് എഴുതാം. ഓക്കെ, ഇനി അടുത്ത് ഇതിനുള്ള ആക്സലറേഷൻ എന്തോ, താഴോട്ട് ഒരു ബോഡി വെറുതെ ഫ്രീ ഫോൾ വന്നു കഴിഞ്ഞാൽ അതിൽ താഴോട്ടുള്ളത് ഗ്രാവിറ്റി ആയിരിക്കും. അപ്പോൾ ആക്സലറേഷൻ G എന്നെനിക്ക് എഴുതാം. ഇനി ഇനിഷ്യൽ വെലോസിറ്റി U എന്ന് പറയുന്നത്, ആദ്യം വെറുതെ ഇരിക്കുമായിരുന്നു ആ പന്ത്. അപ്പോൾ U എന്ന് പറയുന്നത് വെറുതെ ഇരിക്കുന്നു, 0, മോഷൻ ഒന്നുമില്ല. ഓക്കെ, മാസ് തന്നിട്ടുണ്ട്, ഞാൻ അതും കൂടെ എഴുതുകയാണ്. മാസ് 10 kg. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നമുക്കറിയാം. ഇനി ഇത് മൂന്നും വെച്ച് എനിക്ക് ഫൈനൽ വെലോസിറ്റി കണ്ടുപിടിക്കാമോ? എങ്ങനെയാ? നമുക്ക് ഇക്വേഷൻ ഓഫ് മോഷൻ വെച്ച് അറിയാം. v² - u² = 2as എന്നെനിക്കറിയാം. ഓക്കെ, അതിൽ നിന്നും എനിക്ക് എന്ത് പറയാൻ പറ്റും? ഈ u0 ആണ് എന്ന് നമ്മൾ ആദ്യമേ പറഞ്ഞായിരുന്നു അല്ലേ? ഇവിടെ കിടപ്പുണ്ട് u0 ആണ്. അപ്പോൾ ഇത് 0 ആയിപ്പോയി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ v² = 2as ആണ്, അല്ലെങ്കിൽ v √2as ആണ്. ഓക്കെ, അപ്പോൾ v എനിക്ക് എങ്ങനെ എഴുതാം? എയും എസും ഒക്കെ നമ്മുടെ കയ്യിലുണ്ട്. g ആണെന്ന് പറഞ്ഞു. g എന്ന് പറഞ്ഞാൽ 9.8, 10 ആയിട്ട് എടുക്കാം. അപ്പോൾ √2 × 10 × എസും 10 ആണ്, × 10. അപ്പോൾ √200. ഇത്രയും മീറ്റർ/സെക്കൻഡിലാണ് അത് ഇടിക്കുന്ന തൊട്ട് മുന്നേ ഉള്ള അതിൻ്റെ സ്പീഡ് അല്ലെങ്കിൽ വെലോസിറ്റി. ഓക്കെ, ഇനി അടുത്തത് വെലോസിറ്റി കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ എനിക്ക് കൈനറ്റിക് എനർജി കണ്ടുപിടിക്കാം. കൈനറ്റിക് എനർജി എങ്ങനെ കണ്ടുപിടിക്കാം? ½ mv². v ഇപ്പം കിട്ടി, m എനിക്കറിയാം 10 kg ആണ്. അപ്പോൾ എങ്ങനെ എഴുതാം? ½ × 10 kg ആണ് മാസ് m × v². v 200 ആണ്, v² √200 ആണ്. v² എന്ന് പറഞ്ഞാൽ 200 ആയിരിക്കും. ഓക്കെ, അപ്പോൾ എത്രയായി? ഇത് കട്ട് ചെയ്താൽ 100,000 ജൂൾസ് ആണ് ഇതിനുണ്ടാവുന്ന കൈനറ്റിക് എനർജി ഇടിക്കുന്ന തൊട്ട് മുന്നേ. ഇനി നെക്സ്റ്റ് ചോദിച്ചിട്ടുള്ള മൊമെൻറ്റം ആണ്. മൊമെൻറ്റം എത്രയാണ്? √2m × കൈനറ്റിക് എനർജി ആണ്. √2m × കൈനറ്റിക് എനർജി ആയിരിക്കും. എന്ന് വെച്ചാൽ √2 × മാസ് എനിക്കറിയാം 10 kg ആണ്, × 1000 എന്ന് വെച്ചാൽ 20,000. √20,000 kg/m/s. ആ യൂണിറ്റ് എഴുതാൻ ഒരിക്കലും മറക്കരുത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. എ ലൈറ്റ് ബോഡി ആൻഡ് എ ഹെവി ബോഡി ബോത്ത് ഹാവ് ദ സെയിം മൊമെൻറ്റം വിച്ച് ഹാസ് ഹയർ കൈനറ്റിക് എനർജി. നോക്കാം, ശ്രദ്ധിച്ചേ. നമുക്കറിയാം, നമുക്ക് കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ എന്താണെന്ന് അറിയാം. കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് p² / 2m അല്ലെങ്കിൽ 1/2m × p² ആണ് എന്ന് എനിക്കറിയാം. ഓക്കെ, ഈ p ഒരു കോൺസ്റ്റന്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ? സെയിം മൊമെൻറ്റം, രണ്ട് വസ്തുക്കൾക്ക് സെയിം മൊമെൻറ്റം ആണ്. അപ്പോൾ p ഒരു കോൺസ്റ്റന്റ് ആണ്. രണ്ട് വസ്തു ആണെങ്കിലും അവയ്ക്ക് p എന്ന് പറയുന്നത്, അതായത് മൊമെൻറ്റം എന്ന് പറയുന്നത് സെയിം ആണ്. അപ്പോൾ p ഒരു കോൺസ്റ്റന്റ് ആക്കി കഴിഞ്ഞാൽ 2ഉം കോൺസ്റ്റന്റ് ആണ്. അങ്ങനെയാണെങ്കിൽ എനിക്ക് എന്ത് എഴുതാം? കൈനറ്റിക് എനർജി ഈസ് പ്രൊപ്പോർഷണൽ ടു 1/m മാസ് എന്ന് എഴുതാം. അല്ലെങ്കിൽ കൈനറ്റിക് എനർജി ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു മാസ്. ഓക്കെ, അപ്പോൾ തൂക്കം കൂടിയാൽ കൈനറ്റിക് എനർജി മൊമെൻറ്റം സെയിം ആയിരിക്കുമ്പോൾ തൂക്കം കൂടിയാൽ കൈനറ്റിക് എനർജി കുറവായിരിക്കും. ഓക്കെ, അതേപോലെ തൂക്കം കുറഞ്ഞു കഴിഞ്ഞാൽ കൈനറ്റിക് എനർജി കൂടുതലായിരിക്കും, കാരണം ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. അപ്പോൾ രണ്ട് ബോഡിക്ക് സെയിം മൊമെൻറ്റം ഉണ്ടെങ്കിൽ, മൊമെൻറ്റം കോൺസ്റ്റന്റ് ആയി, അപ്പോൾ നമുക്ക് എന്തെഴുതാം? കൈനറ്റിക് എനർജി ഈസ് പ്രൊപ്പോർഷണൽ ടു 1 മാസ്. അപ്പോൾ ഏതിനാണോ മാസ് കുറവ് അതിന് കൈനറ്റിക് എനർജി കൂടുതലായിരിക്കും. തിരിച്ച് ചോദിക്കുവാണെങ്കിലോ, രണ്ട് ബോഡിക്ക് കൈനറ്റിക് എനർജി സെയിം ആണ്, ഏതിനാണ് കൂടുതൽ മൊമെൻറ്റം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ നോക്കാം. നമുക്കറിയാം മൊമെൻറ്റം = √2m × കൈനറ്റിക് എനർജി എന്ന് എനിക്കറിയാം. കൈനറ്റിക് എനർജി ഒരു കോൺസ്റ്റന്റ് ആണെങ്കിൽ 2 ഓൾറെഡി ഒരു കോൺസ്റ്റന്റ് ആണ്. അങ്ങനെയാണെങ്കിൽ എനിക്ക് എന്തെഴുതാം? p ഈസ് പ്രൊപ്പോർഷണൽ ടു √m എന്ന് എനിക്ക് എഴുതാം. അപ്പോൾ രണ്ട് ബോഡിക്ക് സെയിം കൈനറ്റിക് എനർജി ആണ്, ഒന്നിന് തൂക്കം കുറവ് മറ്റൊന്നിന് തൂക്കം കൂടുതലാണ്. ഏതിനാണ് കൂടുതൽ മൊമെൻറ്റം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും അറിയാം കൈനറ്റിക് എനർജി കോൺസ്റ്റന്റ് ആയി കഴിഞ്ഞാൽ, സെയിം ആയി കഴിഞ്ഞാൽ എനിക്ക് എന്തെഴുതാം? p ഈസ് പ്രൊപ്പോർഷണൽ ടു m എന്നറിയാം. അപ്പോൾ ഏതിനാണോ തൂക്കം കൂടുതൽ അതിനായിരിക്കും കൂടുതൽ മൊമെൻറ്റം. ഓക്കെ, ഇനി രണ്ടാമത്തെ ടൈപ്പ് ഓഫ് മെക്കാനിക്കൽ എനർജി എന്താണെന്നാണ് പറയാൻ പോകുന്നത്. ഇത് ഇത്രയും നമ്മൾ കൈനറ്റിക് എനർജിയാണ് പറഞ്ഞത്. കൈനറ്റിക് എനർജി എന്താണ്? മൂവ്മെന്റ് കാരണം അല്ലെങ്കിൽ ചലനം കാരണം ഒരു ബോഡിയിൽ ഉണ്ടാവുന്ന ഊർജ്ജത്തിനെയാണ് നമ്മൾ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത്. അതിന്റെ എക്സ്പ്രഷൻ പറഞ്ഞു, ½ mv². അതും മൊമെൻറ്റും തമ്മിലുള്ള റിലേഷൻഷിപ്പും ഒരു പ്രോബ്ലം നമ്മൾ ചെയ്തു. ഇനി നെക്സ്റ്റ് നമ്മൾ പൊട്ടൻഷ്യൽ എനർജിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഇത് വളരെ ബ്രീഫായിട്ട് ഇപ്പോൾ ഒന്ന് പറയും, പിന്നെ നമ്മൾ ഈ ചാപ്റ്ററിൽ വളരെ ഡീറ്റെയിൽഡ് ഇതിനെക്കുറിച്ച് പഠിക്കും. എന്താണ് പൊട്ടൻഷ്യൽ എനർജി? എനർജി പൊസസ്ഡ് ബൈ എ ബോഡി ഡ്യൂ ടു ഇറ്റ്സ് പൊസിഷൻ ഓർ കോൺഫിഗറേഷൻ. ഒരു വസ്തുവിൻ്റെ സ്ഥിതി എന്താണോ അതിനനുസരിച്ച് വരുന്ന എനർജീനെയാണ് അല്ലെങ്കിൽ ഊർജ്ജത്തിനെയാണ് നമ്മൾ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ഇപ്പോൾ നോക്കുക, ഞാൻ ഒരു കല്ലെടുത്തു, ചുടുകട്ട എടുത്തു, എൻ്റെ കൈ താഴെ വെച്ചു. അടുത്തുനിന്ന് വിട്ട് കഴിഞ്ഞാൽ
വലിയ കുഴപ്പമില്ല. പക്ഷേ നല്ല ഹൈറ്റ് കൂട്ടിയിട്ട് വിട്ട് കഴിഞ്ഞാൽ എൻ്റെ കൈ ഒടിഞ്ഞു പോകും. കാരണം എന്താ, ഹൈറ്റ് കാരണം ഇതിലൊരു എനർജി ഉണ്ടാവുന്നു, ഒരു എനർജി സ്റ്റോർ ചെയ്യുന്നു. ഓക്കെ, അങ്ങനെ ഉണ്ടാകുന്ന എനർജീനാണ് നമ്മൾ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത്. ഒരിക്കൽ കൂടി ഇതിനെക്കുറിച്ച് വളരെ ഡീറ്റെയിൽഡായി നമ്മൾ പിന്നെ ഈ ചാപ്റ്ററിൽ പഠിക്കും. നെക്സ്റ്റ് സെഷനിലൊക്കെ നമ്മൾ മിക്കവാറും കൈനറ്റിക് എനർജി ബേസ് ചെയ്തായിരിക്കും നമ്മൾ കുറേ കാര്യങ്ങൾ പഠിക്കുന്നത്. പിന്നെ പൊട്ടൻഷ്യൽ എനർജി നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ സെഷനിൽ നമ്മൾ നോക്കിയ കാര്യങ്ങൾ, ആദ്യം നമ്മൾ വർക്ക് എന്താണെന്ന് നോക്കി, വർക്കിൻ്റെ യൂണിറ്റും ഡയമെൻഷനും അതൊരു സ്കെയിലർ ക്വാണ്ടിറ്റി ആണെന്നുള്ളതൊക്കെ പറഞ്ഞായിരുന്നു. അതിനുശേഷം അത് വെച്ചൊരു പ്രോബ്ലം ചെയ്തായിരുന്നു F.S വെച്ചിട്ട്. എപ്പോഴും ഓർക്കുക, വർക്ക് F.S ആയതുകൊണ്ടാണ്, ഡോട്ട് പ്രോഡക്റ്റ് വന്നുകൊണ്ടാണ് അതൊരു സ്കെയിലർ ക്വാണ്ടിറ്റി ആയത്. രണ്ടാമത് എനർജി എന്താണെന്ന് നോക്കി, പല ടൈപ്പ് ഓഫ് എനർജി ഉണ്ടെന്ന് പറഞ്ഞു, അതിൻ്റെയും യൂണിറ്റും ഡയമെൻഷനും ഒക്കെ പറഞ്ഞു. എന്നിട്ട് മെക്കാനിക്കൽ എനർജി എന്താണെന്നും അതിൻ്റെ 2 ടൈപ്പും നമ്മൾ പറഞ്ഞായിരുന്നു. അതിൽ തന്നെ കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ ½mv² ആൻഡ് മൊമെൻറ്റവും കൈനറ്റിക് എനർജിയും ബന്ധിപ്പിക്കുന്നത് എങ്ങനെയാണ് ബന്ധിപ്പിക്കുന്നത്? കൈനറ്റിക് എനർജി = p²/2m, അല്ലെങ്കിൽ മൊമെൻറ്റം √2m × കൈനറ്റിക് എനർജി എന്നുള്ളത് നമ്മൾ നോക്കിയായിരുന്നു. അത് വെച്ച് ഒരു പ്രോബ്ലം ചെയ്തു. ഇതിൽ സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ എഴുതുക, ഞാൻ കമൻസ് വായിച്ചിട്ട് നിങ്ങളുടെ ഉത്തരം പറയാൻ ശ്രമിക്കുന്നതായിരിക്കും. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. നോട്ട്സ് വേണം എന്നുള്ളവർ വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് സ്ക്രീൻഷോട്ട് എടുത്ത് നോട്ട്സ് എഴുതിയെടുത്തോളാം. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു സോ മച്ച്.